Dear friends, welcome to the World History class. In this paper, the major events that influenced the world history after the disintegration of Roman Empire has been incorporated. The syllabus has been arranged in 4 modules. For your convenience of the study, I've divided the class into 2 parts. In this piece, the earlier 2 modules will be discussed, and the remaining 2 modules will be uploaded very soon. In the first module, റോമ സാമ്രാജ്യം തകർന്നതിന് ശേഷമുള്ള ലോക ചരിത്രത്തിലെ പ്രധാന ഈവൻറ്റുകളാണ് ചർച്ച ചെയ്യുന്നത്. ഇതിൽ ഒന്നാമത്തെ മൊഡ്യൂളിൽ യൂറോപ്പിലുണ്ടായ മാറ്റം, യൂറോപ്പിൽ ഇപ്പോൾ നമ്മൾ യൂറോപ്പ് എന്ന് പറയുന്ന ഭാഗം മാത്രമല്ല, യൂറോപ്പ്, പടിഞ്ഞാറ് ഏഷ്യ, വടക്കേ ആഫ്രിക്ക ഒക്കെ ഉൾപ്പെടുന്ന ആ പ്രദേശങ്ങളിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് ഈ ആദ്യത്തെ മൊഡ്യൂളിൽ ചർച്ച ചെയ്യുന്നത്. എന്താണ് അവിടെ ഈ റോമ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം സംഭവിച്ചത് എന്നാണ് ഇതിൽ നോക്കുന്നത്. ഇതിൽ നമുക്ക് നോക്കുന്നത് പ്രധാനമായും 3 സിവിലൈസേഷൻസ്, നാഗരികതകളാണ് ഈ റോമിൻ്റെ ഡിക്ലൈനിന് ശേഷം, അതിൻ്റെ റോമ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം പ്രധാനമായും 3 സിവിലൈസേഷൻസ് ആ പ്രദേശങ്ങളിൽ വളർന്നു വരികയുണ്ടായി. ഒന്ന്, അതിൻ്റെ ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ഭാഗമായി, അതിൻ്റെ കണ്ടിന്യൂവേഷൻ എന്നുള്ള രീതിയിൽ ബൈസൻറ്റൈൻ എംപയർ, അത് നമ്മൾ വിശദമായിട്ട് പറയും. ബൈസൻറ്റൈൻ എംപയർ വളർന്നു വന്നു. രണ്ടാമത്തത് പടിഞ്ഞാറൻ റോമൻ എംപയർ, അതായത് റോം കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന വെസ്റ്റേൺ റോമൻ എംപയർ വീണ്ടും ഷാർലമേൻ്റെ നേതൃത്വത്തിൽ വീണ്ടും വളർന്നു വന്നു. മൂന്നാമത്തത് അറബ് ഇസ്ലാമിക് സിവിലൈസേഷൻസ്, അതായത് അറബികളുടെ ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് ശേഷം അറബികൾ ആ പ്രദേശങ്ങൾ കീഴടക്കുകയും അവിടെ അറബികളുടെ അവരുടെ നേതൃത്വത്തിൽ സ്പെയിനും മറ്റുമൊക്കെ കേന്ദ്രീകരിച്ച് ഒരു സംസ്കാരം വളർന്നു വന്നു. ഈ 3 സംസ്കാരങ്ങളുടെ, നാഗരികതകളുടെ വളർച്ച റോമ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷമുണ്ടായ ഈ 3 പ്രധാനപ്പെട്ട ഈവൻസാണ് ഈ മൊഡ്യൂൾ അതിൽ ചർച്ച ചെയ്തത്. അതിൻ്റെ ഒപ്പം തന്നെ ഫ്യൂഡലിസവും എന്താണെന്നും ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയും നമ്മൾ ഈ മൊഡ്യൂളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. സാധാരണയായിട്ട് എപ്പോഴാണ് ഈ ബൈസൻറ്റൈൻ എംപയറിൻ്റെ കാലഘട്ടം എന്ന കാര്യത്തെക്കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പ്രധാനമായും 3 വാദങ്ങളാണുള്ളത്. ആദ്യത്തെ വാദം അതായത് റോം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന പടിഞ്ഞാറൻ റോമ സാമ്രാജ്യം അതിൻ്റെ കിഴക്ക് പ്രദേശത്തേക്ക് അതിൻ്റെ എംപയർ എക്സ്റ്റെൻഡ് ചെയ്യുന്നതോടുകൂടി കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് സാമ്രാജ്യത്തിൻ്റെ വ്യാപ്തി കിഴക്കൻ പ്രദേശങ്ങളിലേക്ക്, ബൈസൻറ്റൈൻ ഉൾപ്പെടുന്ന കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് സാമ്രാജ്യം വ്യാപിക്കുന്നതോട് ഉടനെ തന്നെ അതോടുകൂടി തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ രണ്ടാം റോമൻ എംപയർ എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ ബൈസൻറ്റൈൻ എംപയർ എന്ന് വിളിക്കുന്ന, ബൈസൻറ്റൈൻ കേന്ദ്രീകരിച്ചുള്ള എംപയറിൻ്റെ തുടക്കം ആരംഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ബൈസൻറ്റൈൻ എംപയർ ആ ഘട്ടം മുതൽ ആരംഭിക്കുന്നുണ്ട് എന്നാണ് ഒരു പ്രബലവാദം. രണ്ടാമത്തെ വാദം റോം കേന്ദ്രീകരിച്ച് ഭരിച്ചിരുന്ന കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തി, അദ്ദേഹം 4-ാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തിൻ്റെ ഈ കോൺസ്റ്റൻറ്റൈൻ അദ്ദേഹത്തിൻ്റെ ഭരണം ആരംഭിക്കുന്നത് കോൺസ്റ്റൻറ്റൈൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം, അതായത് അദ്ദേഹത്തിൻ്റെ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം കിഴക്ക് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക്, അതായത് ബൈസൻറ്റൈനിലേക്ക് ബൈസാൻറ്റിയം എന്നാണ് നഗരത്തിൻ്റെ പേര്, ബൈസാൻറ്റിയത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ബൈസാൻറ്റിയത്തിലേക്ക് മാറ്റുകയും ആ മാറ്റിയതിന് ശേഷം ആ നഗരത്തിനെ ബൈസാൻറ്റിയത്തിന് കോൺസ്റ്റൻറ്റൈൻ്റെ പേരിൽ നിന്നും കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അതായത് കോൺസ്റ്റൻറ്റൈൻ്റെ കാലഘട്ടം മുതൽ ബൈസൻറ്റൈനിന് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് നാമകരണം ചെയ്യുന്ന ഘട്ടം മുതൽ ബൈസൻറ്റൈൻ കേന്ദ്രീകരിച്ച് കോൺസ്റ്റാന്റിനോപ്പിൾ ഭരണം ആരംഭിക്കുന്ന ഘട്ടം മുതലാണ് ഈ ബൈസൻറ്റിയത്തിൻ്റെ അല്ലെങ്കിൽ ബൈസൻറ്റൈൻ എംപയറിൻ്റെ കാലഘട്ടം എന്നാണ് രണ്ടാമത്തെ പ്രബലമായ വാദം. എന്നാൽ മൂന്നാമതൊരു വാദം കൂടിയുണ്ട്. ഈ ഘട്ടത്തിന് ശേഷം ഈ
നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പടിഞ്ഞാറൻ റോമൻ എംപയറിൻ്റെ റോം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന റോമൻ എംപയർ അതിൻ്റെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ ശിഥിലമാവുകയും ജർമ്മൻ ആക്രമണത്തിന് ശേഷം ശിഥിലമാവുകയും അതിനെ തുടർന്ന് ഈ ബൈസൻറ്റൈൻ കേന്ദ്രീകരിച്ചുള്ള സാമ്രാജ്യം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ബൈസൻറ്റൈൻ എംപയർ വളർന്നു വരികയുണ്ടായി. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഈ ബൈസൻറ്റൈൻ എംപയറിൻ്റെ കാലഘട്ടം മുതലാണ് ബൈസൻറ്റൈൻ എംപയർ തുടങ്ങുന്നതെന്നും അതായത് മുൻപ് റോമുമായിട്ട് ഘടിപ്പിച്ചിരുന്ന റോമൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം എന്ന തരത്തിൽ ബൈസൻറ്റൈൻ ഇരിക്കുമ്പോഴല്ല ബൈസൻറ്റൈൻ എംപയറിൻ്റെ കാലഘട്ടം എന്നും വാദിക്കുന്ന ചരിത്രകാരന്മാരുണ്ട്. എങ്ങനെയൊക്കെ ആയിരുന്നാലും 330 CE കോമൺ എറ 330 മുതൽ റോമ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റൻറ്റൈൻ അദ്ദേഹത്തിൻ്റെ തലസ്ഥാനമായിട്ട് ബൈസൻറ്റിയം മാറ്റുകയും അദ്ദേഹത്തിൻ്റെ തലസ്ഥാനമായിട്ട് ബൈസാൻറ്റിയത്തെ മാറ്റുകയും ബൈസാൻറ്റിയം അന്നു മുതൽ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായി അറിയപ്പെടാൻ തുടങ്ങി. ആ കാലഘട്ടം മുതൽ ബൈസൻറ്റൈൻ എംപയറിൻ്റെ കാലഘട്ടം അത് മുതലാണ് ബൈസൻറ്റൈൻ എംപയറിൻ്റെ കാലഘട്ടം എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഈ ബൈസൻറ്റൈൻ റോമ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായെങ്കിലും യഥാർത്ഥത്തിൽ ബൈസൻറ്റൈൻ കൾച്ചർ എന്നുള്ളത് ബൈസാൻറ്റിയത്തുണ്ടായിരുന്ന കൾച്ചർ ഗ്രീക്ക് സിവിലൈസേഷനായിരുന്നു. ഗ്രീക്ക് നാഗരികതയുടെ ഗ്രീക്ക് വൈജ്ഞാനിക ഔന്നത്യം സൂക്ഷിക്കുന്ന ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന പ്രദേശമായിരുന്നു ഈ ബൈസൻറ്റൈൻ കൾച്ചറിലുണ്ടായിരുന്നത്. അവിടെ ആളുകളെ സംബന്ധിച്ച് ലാറ്റിൻ ഒരു പ്രധാന ഭാഷയായിരുന്നില്ല. ലാറ്റിൻ സംസ്കാരത്തിൻ്റെ ഉൾക്കൊള്ളുന്ന ആളുകളുമായിരുന്നില്ല. അവർ ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ ആളുകളായിരുന്നു. ഗ്രീസിൻ്റെ ഉന്നതമായ വൈജ്ഞാനിക പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചക്കാരായിരുന്നു ഈ ബൈസൻറ്റൈൻ കൾച്ചറിലുണ്ടായിരുന്ന ആളുകൾ. അവർ അതുകൊണ്ട് തന്നെ ഈ രണ്ട് കൾച്ചറും പടിഞ്ഞാറൻ റോമും ഈ സാമ്രാജ്യം വ്യാപിപ്പിച്ചപ്പോൾ ഈ പടിഞ്ഞാറൻ കിഴക്കും തമ്മിലുള്ള ഒരു തരത്തിലുള്ള അമാൽഗമേഷൻ സാധ്യമായിരുന്നില്ല. കാരണം സാംസ്കാരികമായി ഇത് രണ്ടും രണ്ടറ്റത്ത് നിൽക്കുന്നതായിരുന്നു. ബൈസൻറ്റൈൻ കേന്ദ്രീകരിച്ചുള്ള കിഴക്കൻ റോം എന്ന് പറയുന്ന ഈസ്റ്റേൺ റോമൻ എംപയറും പടിഞ്ഞാറൻ റോമൻ എംപയറും തമ്മിൽ സാംസ്കാരികമായി വളരെയധികം അന്തരമുണ്ടായിരുന്നു. കിഴക്കൻ റോമൻ എംപയറിൻ്റെ ഭാഗമായിരുന്ന ബൈസാൻറ്റിയം സാംസ്കാരികമായി വളരെ ഉന്നതി പുലർത്തിയിരുന്നു. ഒരു വളരെ ലിറ്ററേറ്റായിട്ടുള്ള ആളുകളായിരുന്നു. വലിയ കലാരംഗത്തും മറ്റുമൊക്കെ വലിയ സംഭാവനകൾ നൽകിയ വലിയ ഔന്നത്യം പുലർത്തിയിരുന്ന ജനതയായിരുന്നു ഈ ബൈസൻറ്റൈൻ കൾച്ചറുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് എംപയറിൻ്റെ രണ്ട് പാർട്ടുകൾ തമ്മിൽ ഇത് കിഴക്കും പടിഞ്ഞാറും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ സാംസ്കാരികമായ ഈ അന്തരം തുടർന്നുവരുന്ന ഭാഗങ്ങൾ ബൈസൻറ്റൈൻ എംപയറിനെ കുറിച്ചുള്ള പഠനത്തിൽ വളരെ പ്രധാനമാണ്, നിർണായകമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഭാഗം ചർച്ച ചെയ്യുന്നത്. വെസ്റ്റേൺ റോമൻ എംപയർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജർമ്മൻസിന് കീഴടങ്ങിയതോടുകൂടി ഈസ്റ്റ് കേന്ദ്രീകരിച്ചുള്ള ബൈസൻറ്റൈൻ കേന്ദ്രീകരിച്ചിട്ടുള്ള സംസ്കാരം അതിൻ്റെ റോമൻ കൾച്ചറിൻ്റെ പ്രധാന കേന്ദ്രമായി സെൻറ്ററായിട്ട് മാറുകയും അങ്ങനെ അഗസ്റ്റസിൻ്റെ പിന്തുടർച്ചക്കാരനായിട്ട് ജസ്റ്റീനിയൻ ചക്രവർത്തി അഗസ്റ്റസിൻ്റെ പിന്തുടർച്ചക്കാരനാണ് ഞാനെന്നും പഴയ റോമൻ സാമ്രാജ്യത്തിലുണ്ടായിരുന്ന ഓഗസ്റ്റസിൻ്റെ പിന്തുടർച്ചക്കാരനാണ് ഞാൻ എന്നും ആ പിന്തുടർച്ചയിലുള്ള അതായത് കണ്ടിന്യൂവേഷൻ ഓഫ് ദ റോമൻ എംപയർ ആണ് ഇത് എന്നുള്ള രീതിയിൽ അദ്ദേഹം ക്ലെയിം ചെയ്യുകയുണ്ടായി. എന്നാൽ അദ്ദേഹത്തിൻ്റെ തുടർന്ന് ഹെറാക്ലിയസ് 610 ഈ ബൈസൻറ്റൈൻ കേന്ദ്രീകരിച്ച് ശക്തമായൊരു ഭരണ സംവിധാനം ഏർപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ നേരെ ഉണ്ടായിരുന്ന പല അക്രമങ്ങളും പ്രധാനമായിട്ട് പേർഷ്യക്കാർ അന്ന് പ്രബലമായൊരു ശക്തിയായിരുന്നു. പേർഷ്യക്കാർ അവർ ആക്രമിച്ച് ഒരു കുരിശിൻ്റെ ഒരു ഭാഗമായി അവർ പ്രധാനമായിട്ട് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ കുരിശ് എന്ന് വിശ്വസിക്കുന്ന കുരിശിൻ്റെ ഒരു പാർട്ട് അവർ കൊണ്ടുപോയിരുന്നു. അത് അവരെ ആക്രമിച്ച് കീഴടക്കി അത് തിരിച്ചു കൊണ്ടുവരികയും അദ്ദേഹം ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ശക്തി പേർഷ്യക്കാരെ തോൽപ്പിച്ചു എന്ന ശക്തി അദ്ദേഹം
അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും നിർണായകമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് എത്തുന്നതിന് പേർഷ്യക്കാരെ തോൽപ്പിച്ച ഒരു ശക്തിയായി ബൈസൻറ്റൈൻ മാറി എന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ കാലഘട്ടം മുതൽ ഈ ബൈസൻറ്റൈൻ എംപയർ എന്നുള്ള ബൈസൻറ്റൈനായിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ബൈസൻറ്റൈൻ എംപയറിൻ്റെ കാലഘട്ടം ആരംഭിക്കുന്നുണ്ട്. മുൻപ് സൂചിപ്പിച്ചതുപോലെ ഈ ബൈസൻറ്റൈൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉയർന്ന സാക്ഷരതയുള്ള സാംസ്കാരികമായിട്ട് വളരെ ഔന്നത്യം പുലർത്തുന്ന ഒരു ജനതയായിരുന്നു അവർ. ബൈസൻറ്റൈൻ എംപയറിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഒരു ആദ്യം അല്ല, ബൈസൻറ്റൈൻ എംപയറിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ സർവകലാശാലകൾ അവിടെ വളർന്നു വരികയുണ്ട്. അവിടെ കോൺസ്റ്റാന്റിനോപ്പിൾ, അലക്സാൻഡ്രിയ, ആന്റിയോക്ക്, അതായത് കോൺസ്റ്റാന്റിനോപ്പിൾ, അലക്സാൻഡ്രിയ, അന്ത്യോക്ക് മുതലുള്ള പ്രദേശങ്ങളിൽ വിവിധ ഘട്ടങ്ങൾ, ഒരേ സമയത്തല്ല വിവിധ ഘട്ടങ്ങളിലായി വിവിധ സർവകലാശാലകൾ വളർന്നു വരികയും അങ്ങനെ സാംസ്കാരികമായിട്ട് വളരെ ഔന്നത്യത്തിലേക്ക് ഈ ബൈസൻറ്റൈൻ എംപയർ എത്തുകയും ചെയ്തു. മാത്രമല്ല റോമുമായിട്ട് ഇവർക്ക് മറ്റൊരു വ്യത്യാസം കൂടിയുണ്ട്. റോമിൽ പടർന്നിരുന്ന ക്രിസ്തു മതത്തിൻ്റെ വിവിധ ആശയങ്ങൾ ഈ ബൈസൻറ്റൈൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു കിഴക്കൻ റോമൻ സാമ്രാജ്യത്തിൽ സ്വീകരിച്ചിരുന്നില്ല. ഇവർ പ്രധാനമായിട്ടും ഗ്രീക്ക് കൾച്ചറിൻ്റെ തുടർച്ചക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈസ്റ്റേൺ അണ്ടർസ്റ്റാൻഡിങ്, അതായത് ഇവർ പ്രത്യേകിച്ചും ഈ തൃത്വത്തെക്കുറിച്ച്, ഹോളി ട്രിനിറ്റിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലൊക്കെ ഇവർക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു. അങ്ങനെ പല കാഴ്ചപ്പാടുകൾ ക്രിസ്തു മതത്തിൻ്റെ അതുപോലെ ആചാരങ്ങളിൽ ഇവർ വ്യത്യസ്തത പുലർത്തിയിരുന്നു. ഇവർ മാത്രമല്ല, പിന്നീട് നമുക്ക് അറിയാൻ പറ്റും പാപ്പസി ഒരു പ്രധാനപ്പെട്ട അധികാര കേന്ദ്രമായി മാറുമ്പോൾ അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് പോപ്പിൻ്റെ അധികാരത്തെ ഇവർ അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല. ഈസ്റ്റേൺ ബൈസൻറ്റൈൻ എംപയറിൽ അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല. ഇവർ അന്ത്യോക്ക് കേന്ദ്രീകരിച്ച് മറ്റൊരു പെട്രയാർക്കിൻ്റെ കീഴിലേക്ക് ഇവർ മാറുകയുണ്ടാവുന്നത്. പോപ്പിൻ്റെ അപ്രമാദിത്വം ഇവർ അംഗീകരിക്കാൻ തയ്യാറ്. അങ്ങനെ മതത്തിലും വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും സാംസ്കാരികമായും പിന്നെ സാക്ഷരതയും വിദ്യാഭ്യാസവും പരമായിട്ടെല്ലാം തന്നെ ഈ ബൈസൻറ്റൈൻ എംപയർ റോമൻ സാമ്രാജ്യത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. വളരെ ഔന്നത്യം പുലർത്തിയിരുന്ന ഒരു സംസ്കാരം ആയിരുന്നു. മാത്രമല്ല ഇവർ തമ്മിൽ ഉള്ള വ്യത്യാസം എത്രമാത്രമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീക്കിലുണ്ടായിരുന്ന ക്ലാസിക്കലായിട്ടുള്ള ഗ്രീക്ക് സിവിലൈസേഷൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന വലിയ ശാസ്ത്രീയമായിട്ടുള്ള ടെക്സ്റ്റുകളും ലിറ്റററി ക്രിയേഷൻസ് എല്ലാം തന്നെ ഇവരെ സംബന്ധിച്ച്, റോമക്കാരെ സംബന്ധിച്ച് അജ്ഞാതമായിരുന്നു. ഈ അറിവുകളെല്ലാം തന്നെ ഇവരുടെ ഈ ലോകത്തിൻ്റെ വൈജ്ഞാനിക ഉന്നമനത്തിന് കാരണമായ, റെനൈസൻസിന് കാരണമായ ഈ അറിവുകൾ റോമിലേക്ക് എത്തുന്നത് അറബികൾ വഴിയാണ്. അറബികൾ ഈ പ്രദേശം കീഴടക്കുകയും അവർ ഈ ക്ലാസിക്കലായിട്ടുള്ള ഈ ഗ്രീക്ക് ലാംഗ്വേജിലുണ്ടായിരുന്ന, ഗ്രീക്ക് സീരീസിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്ലാറ്റോയുടെ, അരിസ്റ്റോട്ടലിൻ്റെയൊക്കെ വർക്കുകൾ ഉൾപ്പെടെ ഉള്ള കൃതികൾ ഇവർ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ആ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത വർക്കുകളുടെ, അറബിക് ടെക്സ്റ്റുകളുടെ ലാറ്റിൻ ട്രാൻസ്ലേഷൻ വഴിയാണ് ഈ അറിവുകളെല്ലാം റോമിലേക്ക് എത്തുന്നത്. ഇത് വെസ്റ്റേൺ യൂറോപ്പിലേക്ക് ഈ അറിവുകൾ എത്തുന്നത് ലാറ്റിൻ വഴിയാണ്. അതായത് ഈ അറബികളുടെ മീഡിയേഷനിലൂടെയാണ് ഈ അറിവ് ഗ്രീക്കിൻ്റെ, അതായത് ബൈസൻറ്റൈൻ എംപയറിൻ്റെ അവർ തുടർന്നിരുന്ന വൈജ്ഞാനികമായിട്ടുള്ള ഔന്നത്യം വെസ്റ്റേൺ യൂറോപ്പിലേക്ക് എത്തുന്നത് അറബികളുടെ മീഡിയേഷനിലാണ്. അതായത് ഇത്രയും കൾച്ചറലായിട്ടുള്ള ഡിഫറൻസ് ഈ രണ്ട് സംസ്കാരങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു എന്നും അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് സംസ്കാരങ്ങളെയും ഒന്നിച്ച് വിശാലമായ റോമൻ സാമ്രാജ്യം വളർന്നു വന്നെങ്കിലും ആ സാമ്രാജ്യം ചരിത്രത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ അത് വ്യത്യസ്തമായി തന്നെ നിൽക്കുകയാണ് ഉണ്ടായത്. ഇത് ആദ്യഘട്ടത്തിൽ ഒന്നായി തന്നു, ഒരു 4-ാം നൂറ്റാണ്ടിൻ്റെ ആകുമ്പോഴേക്കും, അതിൻ്റെ അവസാനം ആകുമ്പോഴേക്കും അത് തകർന്നു. പിന്നെ വീണ്ടും അത് ഒന്നിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അത് വീണ്ടും ജസ്റ്റീനിയൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം സാമ്രാജ്യത്തെ വീണ്ടും കൂട്ടിയോജിപ്പിക്കുന്നുണ്ട്. അത് വീണ്ടും തകർന്നു, ഐക്യം വീണ്ടും തകർന്നു. കാരണം സാംസ്കാരികമായും ഈ വൈജ്ഞാനികമായും അതുപോലെ പൊളിറ്റിക്കലായും ഒക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ള കൾച്ചറലായിട്ടുള്ള ഡിഫറൻസ് ഈ രണ്ട് നാഗരികതകൾ തമ്മിലുണ്ടായിരുന്നത് കൊണ്ട് ഇവർക്ക് ഒന്നിച്ചു നിൽക്കുക എന്നുള്ളത് അസാധ്യമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ വളർന്നു വന്ന ഈ ബൈസൻറ്റൈൻ സാമ്രാജ്യം യഥാർത്ഥത്തിൽ
ഒരു സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഇക്കോണമിയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് അവർക്ക് വേണ്ടതെല്ലാം അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സമ്പദ് വ്യവസ്ഥയായിരുന്നു ബൈസന്റൈനിലുണ്ടായിരുന്നത്. അവർ പിന്നെ കച്ചവടം, അതായത് പേർഷ്യൻ ഗൾഫ് ഉപേക്ഷിച്ച് ആ ഭാഗം ഒഴിവാക്കി ബ്ലാക്ക് സീ കേന്ദ്രീകരിച്ചാണ് അവരുടെ കച്ചവടം വളർന്നു വന്നത്. അതായത് അത് വളരെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നത്. അങ്ങനെയാണ് ബ്ലാക്ക് സീ കേന്ദ്രീകരിച്ച് ഒരു ഇക്കോണമിയാണ്, അതായത് പ്രധാനമായിട്ടും സെൻട്രൽ പാർട്ട് ഓഫ് ദി എംപയറിൻ്റെ കേന്ദ്രീകരിച്ച് മിഡിൽ പാർട്ട് ഓഫ് ദി എംപയർ കേന്ദ്രീകരിച്ചുള്ള ഒരു ഇക്കോണമി ആയിട്ടാണ് ഈ ബൈസന്റൈൻ കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നത്. അവർ വിദേശ വ്യാപാരത്തിന് ഏർപ്പെടുന്നതിന് വേണ്ടി ഗോൾഡ് കോയിൻ മിൻറ്റ് ചെയ്തിരുന്നു. അതുപോലെ ലോക്കലായിട്ടുള്ള എക്സ്ചേഞ്ചസിന് വേണ്ടിയിട്ട് സിൽവർ കോയിനും മിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈ എംപയറിൻ്റെ ആവശ്യമായിട്ടുള്ള അടിമകളെ, വാക്സ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ യൂറോപ്പിൽ നിന്നും പടിഞ്ഞാറൻ യൂറോപ്പിൽ നിന്നാണ് ഇവർ ഇമ്പോർട്ട് ചെയ്തിരുന്നത്. അതേപോലെ സ്പൈസസ്, ജ്വൽസ്, കോട്ടൺ, സിൽക്ക് മുതലായ വസ്തുക്കൾ ഇസ്ലാമിക് റീജിയൻസിൽ നിന്നും ഇസ്ലാമിക് റീജിയൻസിൽ നിന്നുമാണ് ഇവർ ഇമ്പോർട്ട് ചെയ്തിരുന്നത്. ഇതിന് പകരമായിട്ട്, അതാണ് പ്രധാനം, ഇതിന് പകരമായിട്ട് ബൈസന്റൈൻ മാനുഫാക്ചേർഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് കൊടുത്തിരുന്നത്. കാരണം അത് ഇൻഡസ്ട്രിയലായിട്ട് വളരെയധികം ഉയർന്നിരുന്നു. ഇത് ഇൻഡസ്ട്രിയലായിട്ട് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന അറബികളെക്കാളും മറ്റൊക്കെ പടിഞ്ഞാറ് യൂറോപ്പുമായിട്ട് കമ്പാരിസൺ ഇല്ലാത്ത വിധം, താരതമ്യം സാധ്യമല്ലാത്ത രീതിയിൽ വലിയ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഈ ബൈസന്റൈൻ എംപയറിൽ ഉണ്ടായിരുന്നു. ജസ്റ്റീനിയൻ ചക്രവർത്തിയാണ് ബൈസന്റൈൻ എംപയറിലെ പ്രധാനപ്പെട്ട റൂളർ. ബൈസന്റൈൻ എംപയറിലെ പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയാണ് ജസ്റ്റീനിയൻ ചക്രവർത്തി. അദ്ദേഹം ജർമാനിക് ട്രൈബുകൾ അവർ കീഴടക്കിയ വെസ്റ്റേൺ യൂറോപ്പിൻ്റെ പ്രധാന ഭാഗങ്ങളെല്ലാം മോചിപ്പിക്കുകയും ഈ റോമ സാമ്രാജ്യത്തെ വീണ്ടും യൂണിഫൈ ചെയ്യുകയും ചെയ്തു. അതായത് പടിഞ്ഞാറൻ യൂറോപ്പിൻ്റെ നഷ്ടപ്പെട്ട ഭാഗങ്ങളെല്ലാം തന്നെ തിരിച്ചു പിടിച്ച് അദ്ദേഹം പഴയ റോമ സാമ്രാജ്യത്തെ തിരിച്ചു പിടിക്കുകയും എംപയറിനെ, ഓൾഡ് റോമൻ എംപയറിനെ റീകൺസ്ട്രക്റ്റ് ചെയ്യുകയാണെന്ന് ക്ലെയിം ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം ഓഗസ്റ്റസിൻ്റെ പിന്തുടർച്ചക്കാരനാണ് എന്നുള്ള രീതിയിൽ ഒരു ക്ലെയിം ഉണ്ടാകുന്നത്. അതായത് ഇത് പഴയ റോമ സാമ്രാജ്യത്തിൻ്റെ തുടർച്ചയാണ് എന്നുള്ള രീതിയിൽ ക്ലെയിം ചെയ്തു. മാത്രമല്ല ഇദ്ദേഹം ഈ കൂടുതൽ ലാറ്റിൻ വെസ്റ്റേൺ ഭാഗങ്ങളിൽ ഈ പഴയ റോമ സാമ്രാജ്യത്തിൻ്റെ വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ഭാഗമായിരുന്ന കൾച്ചറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ റിവൈവ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അങ്ങനെ ക്ലാസിക്കൽ റോമ സാമ്രാജ്യത്തിൻ്റെ പിന്തുടർച്ചയാണ് ഈ പുതിയ സാമ്രാജ്യം ബൈസന്റൈൻ എംപയർ എന്ന്, ബൈസന്റൈൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ എംപയർ എന്ന് അദ്ദേഹം തെളിയിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. മാത്രമല്ല അദ്ദേഹം പുതിയ ഒരു നിയമ സംവിധാനത്തിന് കീഴിലേക്ക് ഈ റോമിനെ കൊണ്ടുവരികയും, അതായത് റോമ സാമ്രാജ്യത്തെ പുതിയ നിയമ സംവിധാനത്തിലേക്ക് കൊണ്ടുവരികയും, അതായത് ചർച്ചിനെയും മറ്റുമൊക്കെ കൺട്രോൾ ചെയ്യുന്ന, അതായത് പൊളിറ്റിക്കൽ അതോറിറ്റിക്ക് കീഴിലേക്ക് ഈ റിലീജിയസ് അതോറിറ്റിയെ മാറ്റുന്ന, അതായത് സാധാരണ റോമിലെ പോപ്പ് രാഷ്ട്രീയ അധികാരം കൈയാളുന്ന അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇദ്ദേഹം ഈ പൊളിറ്റിക്കൽ അതോറിറ്റിക്ക് കീഴിൽ, അതായത് ഇദ്ദേഹത്തിൻ്റെ കീഴിൽ ഈ ചർച്ചിലെ ഉദ്യോഗസ്ഥരെ, ചർച്ചിൻ്റെ തീരുമാനങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഡിസിഷന് വിധേയമാകുന്ന രീതിയിലേക്ക് ചർച്ചിനെ ഈ പൊളിറ്റിക്കൽ അതോറിറ്റിയുടെ കീഴിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഒരു നിയമനിർമ്മാണവും അദ്ദേഹം നടത്തി. മാത്രമല്ല ഈ ചർച്ചിലേക്ക് വേണ്ടുന്ന ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് ഇദ്ദേഹമായിരുന്നു. അതുപോലെ ചർച്ചുകൾ തമ്മിൽ ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള എന്തെങ്കിലും ഡിസ്പ്യൂട്ട് എമർജ് ചെയ്യുകയാണെങ്കിൽ ആ ഡിസ്പ്യൂട്ടിലെ ഫൈനൽ വേർഡ് എന്നുള്ളത് ഈ രാജാവിൻ്റെ എംപററുടെ വേർഡാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം മാറ്റി. അങ്ങനെ ആ തരത്തിൽ ഇത് വെസ്റ്റേൺ എംപയറിൻ്റെ ഒരു റിവൈവൽ ഇദ്ദേഹം നടത്തിയെങ്കിലും പുതിയ നിയമനിർമ്മാണം വഴി രാജാവിൻ്റെ അധികാരം സുപ്രീം ആണ്, എംപറർ എന്നുള്ള രീതിയിലുള്ള ഒരു വോയിസാണ് അദ്ദേഹം
യൂറോപ്പിൽ കൊടുക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് ചരിത്രത്തിൽ തന്നെ വളരെ നിർണായകമായിട്ടുള്ള ആ പ്രദേശങ്ങൾ മൊത്തം വീണ്ടും യൂണിഫൈ ചെയ്ത ശക്തനായ ഒരു ഭരണാധികാരിയായിരുന്നു ജസ്റ്റീനിയൻ. എന്നാൽ ജസ്റ്റീനിയൻ്റെ മരണത്തെ തുടർന്ന് ഈ അദ്ദേഹത്തിൻ്റെ സ്ലാവ്സ് ഇലീറിയയും ബാൾക്കൻ റീജിയനൊക്കെ ആക്രമിച്ച് കീഴടക്കി. അതുപോലെ 7-ാം നൂറ്റാണ്ടിൽ മുസ്ലിംസ് ഏഷ്യ മൈനർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ബൈസന്റൈൻ എംപയറിൻ്റെ പ്രധാന ഭാഗങ്ങൾ അവർ കീഴടക്കി. ഈ രീതിയിൽ ഉള്ള വിദേശ ആക്രമണങ്ങൾ ഇദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന്, അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഈ രീതിയിലുള്ള വിദേശ ആക്രമണങ്ങൾ ഈ നിരവധിയായിട്ട് ഈ ബൈസന്റൈൻ എംപയറിന് നേരെ ഉണ്ടാകുന്നു. മാത്രമല്ല വിദേശാക്രമണങ്ങളോടൊപ്പം തന്നെ ആഭ്യന്തരമായുള്ള കലഹങ്ങളും ആഭ്യന്തര കുഴപ്പങ്ങളും വളർന്നു വരികയും അത് ആ എംപയറിൻ്റെ ഒരു തകർച്ചയിലേക്ക് എത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ തുടർന്ന് 9-ാം നൂറ്റാണ്ടോടുകൂടി ഈ മാസിഡോണിയൻ ചക്രവർത്തിമാർ, ബൈസന്റൈൻ എംപയർ എൻ്റെ അടുത്ത ഘട്ടം മാസിഡോണിയൻ ചക്രവർത്തിമാരുടെ കീഴിലായിരുന്നു. അവർ സൈപ്രസ് വരെ ഇത് പിന്നെ മുകളിലേക്ക് സൈപ്രസ് വരെയും ഇത് കിഴക്കോട്ട് യൂഫ്രട്ടീസ് ടൈഗ്രിസ് നദികൾ വരെയും അതായത് യൂറോപ്പിൻ്റെ പ്രധാന ഭാഗങ്ങൾ, ഇന്നത്തെ യൂറോപ്പിൻ്റെ പ്രധാന ഭാഗങ്ങളെല്ലാം തന്നെ വീണ്ടും അവർ കീഴടക്കിക്കൊണ്ട് ഈ സാമ്രാജ്യത്തിൻ്റെ വികാസം വീണ്ടും ത്വരിതപ്പെടുത്തുകയാണ് ഉണ്ടാകുന്നത്. മാസിഡോണിയൻ ചക്രവർത്തിമാരുടെ കീഴിൽ അവർ ബാൾക്കൻ റീജിയനിലുള്ള ബൾഗർ പ്രദേശങ്ങൾ വരെ, അതുപോലെ ഈ മാസിഡോണിയൻ കാലഘട്ടത്തിൽ ഈ ബൈസന്റൈൻ എംപയർ വീണ്ടും അതിൻ്റെ പഴയ പ്രതാപം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ മാസിഡോണിയൻ കാലഘട്ടത്തിന് ശേഷം വീണ്ടും നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തകർച്ചയിലേക്ക് എത്തുകയാണ്. സെൽജൂക്ക് തുർക്കുകൾ അവർ കിഴക്കൻ പ്രദേശങ്ങൾ, ഇത് സിറിയ പലസ്തീൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അവർ കീഴടക്കുന്നത് വീണ്ടും എംപയറിൻ്റെ തകർച്ച. ആ തരത്തിൽ തന്നെ വീണ്ടും ഈ ചരിത്രത്തിൻ്റെ ആവർത്തനം എന്ന തരത്തിൽ ബൈസന്റൈൻ എംപയർ വീണ്ടും അതിൻ്റെ തകർച്ചയെ നേരിടുന്ന ഒരു ഘട്ടമാവുകയാണ്. മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ പടിഞ്ഞാറൻ റോമൻ സാമ്രാജ്യം, അതായത് ജർമാനിക് ആക്രമണത്തോട് ശിഥിലമായി എന്ന് പറയാം. ഇങ്ങനെ ഈ ജർമാനിക് ആക്രമണങ്ങളുടെ ഭാഗമായിട്ട് ഇതിൽ ഫ്രാങ്ക്സ് ഒരു ജർമ്മൻ ഗോത്രമാണ് ഫ്രാങ്ക്സ്. അവർ ഈ പ്രദേശങ്ങൾ ഗൗൾ പ്രവിശ്യ കീഴടക്കുകയും അത് കേന്ദ്രീകരിച്ച് ഭരണം ആരംഭിക്കുന്നത് ഒരു ജർമ്മൻ ട്രൈബ്സാണ് ഫ്രാങ്ക്സ്. അവർ അതിൽ ഈ ഫ്രാങ്കുകളിൽ വിവിധ ട്രൈബുകൾ വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഡൈനാസ്റ്റിയാണ് ഈ മെറോവിംഗ്യൻസ് എന്ന് പറയുന്നത്. തുടർന്ന് 8-ാം നൂറ്റാണ്ടോടുകൂടി ഞാൻ പറഞ്ഞത് മുമ്പ് നമ്മൾ സൂചിപ്പിച്ച റോമൻ എംപയറിൻ്റെ പഴയ റോമൻ എംപയറിൻ്റെ തകർച്ചയെ തുടർന്ന് 3 സാംസ്കാരികമായി വളർച്ച ഉണ്ടായെന്ന് പറഞ്ഞാൽ അതിലൊന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബൈസന്റൈൻ കൾച്ചർ. രണ്ടാമതാണ് ഈ വെസ്റ്റേൺ റോമനെ കേന്ദ്രീകരിച്ചുള്ള ഷാർലിമെയിൻ്റെ നേതൃത്വത്തിൽ ഒരു റിവൈവൽ നടത്തുന്നുണ്ട്. അങ്ങനെ വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ഒരു റിവൈവൽ നടക്കുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ ഭാഗം നമ്മൾ പറഞ്ഞത്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഞാൻ പറയാൻ വിട്ടതാണ്. അപ്പോൾ അതാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഷാർലിമെയിൻ്റെ നേതൃത്വത്തിൽ ചാർലിമെയിൻ ൻ്റെ കീഴിൽ ഇത് അവിടേക്ക് എത്തുന്നതാണ്. നമ്മൾ വിവിധ ജർമ്മൻ ട്രൈബുകൾ, ജർമ്മൻ ഗോത്രങ്ങൾ ഈ പ്രദേശങ്ങൾ ഗൗൾ പ്രദേശം കീഴടക്കുന്നു. അതിൽ ആദ്യത്തെ ഫ്രാങ്ക് ഗ്രൂപ്പാണ് മെറോവിംഗ്യൻ എന്ന് പറയുന്നത്. എന്നാൽ 8-ാം നൂറ്റാണ്ടോടുകൂടി കാർലസ് മാഗ്നസ്
എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ കീഴിൽ അവിടെ ഭരണം ആരംഭിക്കുകയും അങ്ങനെ അദ്ദേഹം പിന്നെ വളരെ ശക്തനായ ഒരു രാജാവായിട്ട് മാറുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്ന് കാളസ് എന്ന പേരിൽ നിന്നാണ് കരോളിംഗ്യൻ എന്നുള്ള പേര് ഈ ഡൈനാസ്റ്റിക്ക് വരുന്നത്. കരോളിംഗ്യൻ ഡൈനാസ്റ്റിയുടെ തുടക്കമാണ് നമ്മൾ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ കരോളസ് മാഗ്നസ്. ഈ കരോളസ് മാഗ്നസിൻ്റെ നേതൃത്വത്തിൽ കരോളിംഗ്യൻ ഡൈനാസ്റ്റി ഭരണം ആരംഭിക്കുകയും ഈ കരോളസ് മാഗ്നസ് ആണ് പിന്നീട് ഷാർലിമെയിൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. അദ്ദേഹം ഷാർലിമെയിൻ എന്ന പേരിൽ ലോകചരിത്രത്തിൽ പ്രസിദ്ധനായ ഭരണാധികാരിയായിരുന്നു കരോളസ് മാഗ്നസ്. ഇദ്ദേഹം ഈ നേരത്തെ നമ്മൾ പറഞ്ഞ വെസ്റ്റേൺ റോമൻ എംപയർ, റോം കേന്ദ്രീകരിച്ചുള്ള വെസ്റ്റേൺ റോമൻ എംപയർ റിവൈവ് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് ആ ഡൈനാസ്റ്റി വളരെ വിപുലപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യമായിട്ട് അതിനെ വളർത്തുകയും ചെയ്തു. അദ്ദേഹം ഈ യൂറോപ്പിൻ്റെ പടിഞ്ഞാറ് മധ്യ യൂറോപ്പിൻ്റെ എല്ലാ ഭാഗങ്ങളും ചേർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എംപയർ വിപുലപ്പെടുത്തുകയും പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം വെസ്റ്റേൺ എംപയറിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം അദ്ദേഹം കീഴടക്കുകയും ചെയ്യുന്നുണ്ട് 8-ാം നൂറ്റാണ്ടിൽ. അദ്ദേഹം ഒരു വീണ്ടും പഴയ നഷ്ടപ്പെട്ട റോമാ സാമ്രാജ്യത്തിൻ്റെ ഒരു റിവൈവൽ അദ്ദേഹം നടത്തുകയാണ്. ഇത് പടിഞ്ഞാറ് കേന്ദ്രീകരിച്ച് ഉണ്ടായിരുന്ന റോമ സാമ്രാജ്യത്തിൻ്റെ ഒരു റിവൈവലാണ് ഇതിൽ നടക്കുന്നത്. ഈ റിവൈവലിൽ തുടർന്ന് വീണ്ടും പഴയ റോമാ സാമ്രാജ്യത്തിൻ്റെ പ്രതാപം തിരിച്ചെടുക്കുന്നു എന്നുള്ള രീതിയിൽ ആണ് ഇദ്ദേഹത്തിൻ്റെ പ്രസക്തി. അതുകൊണ്ടാണ് ചരിത്രത്തിൽ പഴയ നഷ്ടപ്പെട്ട റോമാ സാമ്രാജ്യത്തിൻ്റെ പ്രതാപം വീണ്ടെടുത്ത ആൾ, അല്ലെങ്കിൽ ആ റോമാ സാമ്രാജ്യത്തെ പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ച ചക്രവർത്തി എന്ന പേരിലാണ് കരോളസ് മാഗ്നസ് എന്ന് പേരുണ്ടായിരുന്ന ഷാർലിമെയിൻ എന്ന പേരിൽ പ്രസിദ്ധനായ ചക്രവർത്തി. ഇദ്ദേഹത്തിൻ്റെ എംപയറിനെ വിവിധ ഭാഗങ്ങളായിട്ട് പ്രവിശ്യകളായിട്ട് തിരിക്കുകയും ഈ പ്രവിശ്യകളിലേക്കെല്ലാം ഓരോ പ്രഭുക്കളെ കൗൺസിലെ അപ്പോയിൻ്റ് ചെയ്യുകയും ഈ പ്രഭുക്കളുടെ പ്രവൃത്തികൾ, ഭരണ രീതികൾ എല്ലാം കൃത്യമായി പരിശോധിക്കുകയും അത് നിരീക്ഷിക്കാൻ വേണ്ടി കൊട്ടാരത്തിൽ നിന്നും ആളുകളെ വിടുകയും അങ്ങനെ കൃത്യമായ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു എംപയർ വളർത്തിക്കൊണ്ടുവരാൻ ഷാർലിമെയിനിന് സാധിച്ചു. അങ്ങനെ വീണ്ടും വളരെ വിപുലമായ കൃത്യമായ സ്ട്രക്ചറലായിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു എംപയർ വീണ്ടും വളർത്തിക്കൊണ്ടുവരുന്ന ചക്രവർത്തിയാണ് ഷാർലിമെയിൻ. അതുകൊണ്ട് തന്നെ ലോകചരിത്രത്തിൽ വളരെ പ്രസിദ്ധനായ ഭരണാധികാരി, റോമ സാമ്രാജ്യത്തിൻ്റെ റിവൈവ് ചെയ്ത രണ്ടാം സാമ്രാജ്യം സ്ഥാപിച്ച, രണ്ടാം റോമൻ സാമ്രാജ്യം പടുത്തുയർത്തിയ ചക്രവർത്തിയാണ് ഷാർലിമെയിൻ. അത് മാത്രമല്ല, ഈ ഒരു പുതിയ സാമ്രാജ്യം സ്ഥാപിക്കുകയും ആ സാമ്രാജ്യം വിപുലപ്പെടുത്തുകയും അതിന് കൃത്യമായൊരു സ്ട്രക്ചർ കൊണ്ടുവരികയും ചെയ്ത അദ്ദേഹം റോമിനെ കേന്ദ്രീകരിച്ച് ഒരു കരോളിംഗ്യൻ റിനൈസൻസ് എന്നൊക്കെ ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്ന ഒരു വൈജ്ഞാനിക മാറ്റം, അതായത് ലിറ്റററി രംഗത്തും വൈജ്ഞാനികമായിട്ടുള്ളൊരു മാറ്റം റോമിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഈ പടിഞ്ഞാറൻ റോം, പഴയ റോമ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം സാക്ഷരതയ്ക്കും വൈജ്ഞാനികതയ്ക്കും ഒന്നും തീരെ പ്രാധാന്യമില്ലാത്ത ഒരു പ്രദേശമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു, ഒരു ഊഷരഭൂമിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ആ പ്രദേശത്ത് നോക്കുമ്പോൾ ലിറ്ററേറ്റ് ആയിട്ടുള്ള സാക്ഷരരായിട്ടുള്ള ഒരാളും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് ആ സാമ്രാജ്യത്തിലെ മൊത്തം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മധ്യ പടിഞ്ഞാറൻ യൂറോപ്പ് മൊത്തം വ്യാപിച്ച് കിടക്കുന്ന ഈ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ സാക്ഷരരായ ഒരാളും ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു പ്രത്യേകത. അങ്ങനെ കാരണം അവിടുത്തെ പുരോഹിതന്മാരെല്ലാവരും തന്നെ ഈ നിരക്ഷരായിട്ടുള്ള പുരോഹിതന്മാരുടെ കീഴിലായിരുന്നു അവിടെ ഉണ്ടായത്. പുരോഹിതന്മാർ ഉൾപ്പെടെയുള്ളവർ നിരക്ഷരർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നിരക്ഷരരായിട്ടുള്ള ആളുകളേക്ക് വൈജ്ഞാനികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സാക്ഷരരാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പ്രവർത്തിക്കുകയും അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്നും ഒരു ആംഗ്ലോ സാക്സൺ പുരോഹിതനെ, അൽക്വീൻ എന്നറിയപ്പെടുന്ന ഒരു ആംഗ്ലോ സാക്സൺ പുരോഹിതനെ ഈ റോമിലേക്ക് വരുത്തുകയും അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു വൈജ്ഞാനിക റിവൈവൽ
പദ്ധതി അദ്ദേഹം ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രവൃത്തിയെയാണ്, ഈ ഇൻ്റലക്ച്വൽ രംഗത്ത് നടത്തിയ ഈ മാറ്റത്തെയാണ്, ഈ ഡെവലപ്മെൻറ്റ്, ഈ വികസനത്തെയാണ് ചാർലിമേൻ്റെ കരോളിംഗ്യൻ റിനൈസൻസ് എന്ന് സാധാരണയായിട്ട് വിശേഷിപ്പിക്കുന്നത്. ഇതിന് നമ്മൾ സാധാരണ വൈജ്ഞാനിക വിപ്ലവം എന്ന് പറയുന്ന റിനൈസൻസുമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല. പക്ഷേ ആളുകളെ സാക്ഷരരാക്കുന്നതിനും പുരോഹിതന്മാരെ വിദ്യാഭ്യസിപ്പിക്കുന്നതിനും മറ്റുമൊക്കെ വേണ്ടി ഇദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ, ഷാർലിമേൻ നടത്തിയ പദ്ധതികളെ ലോകചരിത്രത്തിൽ കരോളിംഗ്യൻ റിനൈസൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞത് പോലെ ഇദ്ദേഹം ആംഗ്ലോ സാക്സൺ പുരോഹിതനെ റോമിലേക്ക് വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ പുരോഹിതന്മാരെയും സാധാരണ ജനങ്ങളെയും ഒക്കെ അക്ഷരം പഠിപ്പിക്കുന്ന, വിദ്യാഭ്യസിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് കൊടുത്തത്. പൂർണ്ണ സ്വാതന്ത്ര്യം ഇദ്ദേഹത്തിന് കൊടുക്കുകയും അതായത് വേണ്ട പദ്ധതികൾ ആവിഷ്കരിച്ച്, പുതിയ രീതിയിൽ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലേക്ക് വരുത്താനും അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തെ സാക്ഷരരുടെ സാമ്രാജ്യമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ഇദ്ദേഹം ആരംഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രവൃത്തിയെ കരോളിംഗ്യൻ റിനൈസൻസ് എന്ന് വിളിക്കുന്നത്. മാത്രമല്ല ഇദ്ദേഹം സാമ്രാജ്യത്തിലുടനീളം സ്കൂളുകൾ ആരംഭിക്കുന്നുണ്ട്. സ്കൂളുകൾ ആരംഭിക്കുകയും അതിനോടൊപ്പം തന്നെ പഴയ ലത്തീൻ വർക്കുകളെല്ലാം, ലത്തീൻ ടെക്സ്റ്റുകളെല്ലാം വീണ്ടും റീപ്രിൻ്റ് ചെയ്യുകയും അത് വീണ്ടും പ്രസിദ്ധീകരിക്കുകയും വീണ്ടും ആളുകൾക്ക് ലഭ്യമാക്കുകയും ആ രീതിയിൽ വൈജ്ഞാനിക രംഗത്ത് ഒരു മുന്നേറ്റം നടത്താനുള്ള ശ്രമം ഈ കാലഘട്ടത്തിൽ ആരംഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കരോളിംഗ്യൻ കാലഘട്ടത്തിൽ ഉള്ള ഈ മാറ്റത്തെ റിനൈസൻസ് എന്ന പേരിൽ തന്നെ, നവോത്ഥാനം എന്ന പേരിൽ ചില ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്. ഈ ഷാർലിമേൻ്റെ ഭരണം 800 CE കോമൺ ഇറ 800 ആവുന്നതോടുകൂടി ആ ഘട്ടമാകുമ്പോഴേക്ക്, അതായത് 9-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ അത് അതിൻ്റെ ഔന്നത്യത്തിലേക്ക് എത്തുന്നതാണ്. അദ്ദേഹം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഈ രീതിയിലുള്ള സാക്ഷരതാ പ്രവർത്തികളും മറ്റുമൊക്കെ ആയിട്ട് സാമ്രാജ്യത്തിൻ്റെ വികാസം, അതായത് പിന്നെ എംപയറിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള ടെറിട്ടോറിയലായിട്ടുള്ള എക്സ്പാൻഷനൊപ്പം തന്നെ ഇൻ്റലക്ച്വലായിട്ടുള്ള വൈജ്ഞാനികമായിട്ടുള്ള എക്സ്പാൻഷനും ഈ ഷാർലിമേൻ നടത്തുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ ലുണ്ടായിരുന്ന പോപ്പ് അദ്ദേഹത്തെ റോമ സാമ്രാജ്യത്തിൻ്റെ എംപററായിട്ട്, ചക്രവർത്തിയായിട്ട് വാഴിക്കുന്നുണ്ട്. ചക്രവർത്തിയായിട്ട് ഇദ്ദേഹത്തെ പോപ്പ് അംഗീകരിക്കുകയും ചക്രവർത്തിയായിട്ട് അദ്ദേഹത്തെ സ്ഥാനാരോഹണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്, റോമിലുണ്ടായിരുന്ന പോപ്പ്. ഇത് ചരിത്രകാരന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായമുണ്ട്. ഇത് പിന്നെ റോമിലുള്ള അംഗീകാരം, അതായത് ബൈസൻറ്റൈൻ സാമ്രാജ്യത്തിലേക്ക് പോയിരുന്ന റോമിൻ്റെ തലസ്ഥാനം ബൈസൻറ്റൈൻ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് മാറിയതും റോമിൽ നഷ്ടം ഉണ്ടാക്കിയതെന്നും, അതുകൊണ്ട് ഇതിന് റിവൈവ് ചെയ്യാനാണ്, അതായത് റോമിനെ തന്നെ യൂറോപ്പിൻ്റെ കേന്ദ്രമാക്കുന്നതിന് വേണ്ടിയാണ് പോപ്പ് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കിയതെന്ന് പറയുന്ന ചരിത്രകാരന്മാരുണ്ട്. അതേസമയം തന്നെ ഇദ്ദേഹത്തിൻ്റെ ചാർലിമേൻ്റെ നിർദ്ദേശാനുസരണമാണ്, അദ്ദേഹം ആവശ്യപ്പെട്ടതിന് തുടർന്നാണ് ഈ പോപ്പ് ഇങ്ങനെ ഒരു നടപടിക്ക് അദ്ദേഹത്തെ ചക്രവർത്തിയായിട്ട്, യൂറോപ്പിൻ്റെ ചക്രവർത്തിയായിട്ട്, റോമൻ ചക്രവർത്തിയായിട്ട് വീണ്ടും ഇദ്ദേഹത്തെ വാഴിക്കാൻ പോപ്പ് നിർബന്ധിതനായത് ആണ് എന്നും വാദിക്കുന്ന ചരിത്രമാണ്. എന്തായിരുന്നാലും ഈ റോമ ചക്രവർത്തിയായിട്ട് ഇദ്ദേഹത്തിൻ്റെ ടെറിട്ടോറിയലായിട്ടുള്ള എക്സ്പാൻഷനും വൈജ്ഞാനിക രംഗത്ത് അദ്ദേഹം കൊടുത്ത കോൺട്രിബ്യൂഷനും എല്ലാം പരിഗണിച്ചുകൊണ്ട്, മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു റൂളിൻ്റെ എല്ലാവിധ മേഖലകളും പരിഗണിച്ചുകൊണ്ട് പോപ്പ് അദ്ദേഹത്തെ റോമൻ ചക്രവർത്തിയായിട്ട് വീണ്ടും സ്ഥാനാരോഹണം നടത്തുകയുണ്ടായി. എന്നാൽ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ, മറ്റ് സാമ്രാജ്യങ്ങളൊക്കെ സംഭവിച്ചതുപോലെ തന്നെ ഇദ്ദേഹത്തെ മരണത്തെ തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ മകൻ ലൂയി പയസ് എന്നറിയപ്പെടുന്ന ആ മകൻ അധികാരത്തിൽ വരികയും അദ്ദേഹം സാമ്രാജ്യം തൻ്റെ മക്കൾക്ക് വീതം വെച്ച് 3 മക്കൾക്ക് വീതം കൊടുക്കുകയും തുടർന്ന് സാമ്രാജ്യത്തിനകത്ത് തന്നെ കലഹങ്ങൾ ആരംഭിക്കുകയും വിദേശിക ആക്രമണങ്ങളും എല്ലാം ചേർന്നുകൊണ്ട് ആ സാമ്രാജ്യം വീണ്ടും തകർച്ചയിലേക്ക് എത്തുകയാണ് ഉണ്ടാകുന്നത്. ഈ റോമ സാമ്രാജ്യത്തെ തുടർന്നുണ്ടായിരുന്ന ലോകക്രമത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഇത് പോപ്പിൻ്റെ, അതായത് ക്രിസ്ത്യാനിറ്റിയുടെ വളർച്ചയും പോപ്പിൻ്റെ അധികാര കേന്ദ്രീകരണവുമാണ്. അതും ലോകത്തിൻ്റെ പിന്നീടുള്ള ചരിത്രത്തിൽ വളരെ നിർണായകമായ ഒരു സംഭവ വികാസമാണ്, ഒരു ഫിനോമിന, ഒരു പ്രതിഭാസമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ക്രിസ്തു
യേശു അദ്ദേഹം ബത്ലഹേമിൽ ഇത് പഴയ റോമ സാമ്രാജ്യത്തിൻ്റെ ഒരു പ്രവിശ്യയായിരുന്ന യഹൂദിയായിൽ, ജൂദിയ എന്ന് വിളിക്കുന്ന യഹൂദിയായിൽ ഒരു നഗരമായിരുന്ന ബത്ലഹേമിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം അത് യഹൂദിയ അന്ന് തന്നെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു ജൂത രാഷ്ട്രമാണ്. ഈ ജൂതരാജ്യമായിരുന്ന പഴയ റോമൻ്റെ പ്രവിശ്യയായിരുന്ന യഹൂദിയയിലെ ബത്ലഹേമിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബത്ലഹേമിലാണ് ജനിച്ചതെങ്കിലും അദ്ദേഹം നസറേത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം പ്രധാനപ്പെട്ട ഘട്ടങ്ങളെല്ലാം കഴിച്ചു കൂട്ടിയത് നസറേത്തിലായിരുന്നതുകൊണ്ട് നസറേത്തിലെ യേശു എന്നാണ്, ജീസസ് ഓഫ് നസറേത്ത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. യേശു ക്രിസ്തു ലോകചരിത്രത്തിൽ അറിയപ്പെടുന്നത് നസറേത്തിലാണ്. അതുകൊണ്ടാണ് നമ്മളുടെ പ്രദേശങ്ങളിലൊക്കെ നമ്മൾ ക്രിസ്ത്യൻ ആളുകളെ നസ്രാണികൾ എന്ന് വിളിക്കുന്നത്. ഈ നസറേത്തിൽ നിന്നാണ് വരുന്നത്. നസറേത്തിലെ ക്രിസ്തുവിൻ്റെ പിന്തുടർച്ചക്കാർക്ക്, അദ്ദേഹത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ ആളുകൾ എന്നുള്ള അർത്ഥത്തിലാണ്. മുസ്ലിംസിനെ മുഹമ്മദൻസ് എന്ന് വിളിക്കുന്നത് പോലെ ഇദ്ദേഹത്തിൻ്റെ പിൻഗാമികളായിട്ടുള്ള ആളുകൾ, അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്ന ആളുകളെ നസറേത്തിലെ ആളുകൾ അല്ലെങ്കിൽ നസറേത്തിലെ യേശുവിൻ്റെ ആളുകൾ എന്ന അർത്ഥത്തിൽ നസ്രാണികൾ എന്ന് ലോകത്താകമാനം അറിയപ്പെടുന്നുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യഹൂദിയായി ഒരു റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു പ്രവിശ്യയായിരുന്നു. അവിടെ ഗവർണറായിരുന്നത് പിലാത്തോസ് ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, പിലാത്തോസും അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ വഹിച്ച പങ്കൊക്കെ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന റോളുകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. പിലാത്തോസിന് ആയിരുന്നു അവിടുത്തെ ഗവർണർ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തുകൊണ്ട് ഏത് മതമാണെങ്കിലും എന്തുകൊണ്ടാണത് പ്രത്യേകം ഘട്ടത്തിൽ അങ്ങനെ ഒരു മതം എമർജ് ചെയ്യുന്നത് എന്നുള്ളത് ചരിത്ര വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. നമുക്കറിയാവുന്ന പോലെ ഈ യഹൂദിയയിലുണ്ടായിരുന്ന ആ പ്രദേശത്ത് ഉണ്ടായിരുന്ന ആളുകൾ ഈ റോമിൻ്റെ കീഴിൽ അടിച്ചമർത്തലിന് വിധേയമായിരുന്ന റോമിൽ പ്രവിശ്യയായിരുന്നു. ആളുകൾ എല്ലാം തന്നെ വളരെയധികം ഡിസില്യൂഷൻഡായിരുന്നു, ഡിസ്ട്രസ്ഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ റോമിൻ്റെ കീഴിലുള്ള അടിമത്വമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നും അവർ വിശ്വസിക്കുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് ആ ആളുകൾ അതിൽ പ്രബലമായൊരു ഭാഗം അങ്ങനെ ചരിത്രത്തിൽ ഒരു മിശിഹ വരും എന്നും ഞങ്ങൾ എങ്ങനെ ഇതിന് രക്ഷിക്കും എന്നും വിശ്വസിക്കുന്ന ആളുകളായിരുന്നു. അവിടുത്തെ ജൂതന്മാർ പ്രധാനമായിട്ട് 3 വിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അവർ പരീക്ഷകൾ നമ്മൾ സാധാരണ വിളിക്കുന്ന ഫാരിസിസ്, അവർ മതത്തിൻ്റെ പാരമ്പര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളായിരുന്നു. അവരാണ് പ്രധാനമായിട്ടും ഒരു മിശിഹ ഞങ്ങളെ വന്ന് രക്ഷിക്കും എന്ന്, അതായത് ദൈവം ഒരു മിശിഹായെ ഞങ്ങളിലേക്ക് ഇറക്കി ഞങ്ങളെ രക്ഷിക്കും എന്ന് വിശ്വസിച്ചിരുന്ന പരീക്ഷകളായിട്ടുള്ള ആളുകൾ, അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളായിരുന്നു. മറ്റൊരു വിഭാഗം അവർ ആംഡ് റെസിസ്റ്റൻസിലൂടെ നമ്മൾ റോമിനെ തോൽപ്പിക്കണമെന്നും റോമിനെതിരെ ചെറുത്ത് നിൽക്കണമെന്ന് വിശ്വസിക്കുന്ന ആളായിരുന്നു. എന്നാൽ എസീനികൾ എന്ന് വിളിച്ചിരുന്ന വിഭാഗം, എസീനികൾ അങ്ങനെയൊന്നും പോകണ്ട, ഇങ്ങനത്തെ രാഷ്ട്രീയ കാര്യങ്ങളിലൊന്നും നമുക്ക് വലിയ പ്രാധാന്യമില്ല, അങ്ങനെ നമ്മളുടെ ധ്യാനം മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഭക്തിയും വിശ്വാസവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് ജീവിച്ചു പോവുക എന്ന് വിശ്വസിക്കുന്ന ആളുകളായിരുന്നു എസീനികൾ. അങ്ങനെ 3 വിഭാഗങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ 3ാമത്തെ വിഭാഗം എസീനികളിൽപ്പെട്ട ആളായിരുന്നു ആര്? യേശുദേവൻ എസീനി വിഭാഗത്തിലായിരുന്നു ജനിച്ചിരുന്നത്. നമുക്കറിയാവുന്നതുപോലെ ആ ഘട്ടത്തിൽ ഈ മതവും പൗരോഹിത്യവും ഒക്കെ ചേർത്തുകൊണ്ട് ഉള്ള ഒരു തരം സെറിമോണിയലായിട്ടുള്ള റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മതവിശ്വാസവും ആചാരങ്ങളും മറ്റുമൊക്കെ ആയിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പൗരോഹിത്യത്തിൻ്റെ ആളുകളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് എന്തും ചെയ്യാമെന്നുള്ള, അവർക്ക് വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ജീവിതം നയിക്കുന്ന എന്ത് അനീതികളും കാണിച്ചു കൂട്ടുന്ന ഒരു ജനത. ഇതിനെതിരെ, ഈ അക്രമങ്ങൾക്കെതിരെ, അനീതിക്കെതിരെ പ്രതികരിക്കുകയാണ് ചെയ്യുന്നത് ആര്? യേശുവും അദ്ദേഹം ഈ ആളുകളെയൊക്കെ പരിഹസിക്കുന്നുണ്ട്. ഇവരുടെ മാത്രമല്ല ഇവരുടെ ആർഭാട ജീവിതം, പൊങ്ങച്ചം, ഇതിനെയൊക്കെ
പരിഹസിക്കുന്നതോടൊപ്പം തന്നെ അശരണരായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുക, രോഗികളെ ശുശ്രൂഷിക്കുക, പിന്നെ വൃദ്ധരെ സഹായിക്കുക, അതുപോലെ വേശ്യകളെ അവരെ പിന്നെ സംഘടിപ്പിക്കുക, ഇങ്ങനത്തെയുള്ള അശരണരായിട്ടുള്ള അധകൃതരായിട്ടുള്ള ആളുകളെ സപ്പോർട്ട്, അവരെ ജീവിതത്തെ സഹായിക്കുന്ന, അവരെ ഉയർത്തുന്ന ഒരു മിശിഹായായിരുന്നു യഥാർത്ഥത്തിൽ യേശു. അതായത് യേശു അവരെ സംബന്ധിച്ച്, അശരണരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ഉന്നമനം ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിച്ച, സമൂഹത്തിൽ അസമത്വം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ച ഒരാളായിരുന്നു യേശു. അതുകൊണ്ട് ഇദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ചേർന്ന് പല ശ്രമങ്ങളും, അതായത് സമൂഹത്തിൽ സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് പല ശ്രമങ്ങളും നടത്തി. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഈ പ്രദേശത്തെ രക്ഷിക്കാൻ വന്ന നമ്മൾ മിശിഹായായിട്ട് പല ആളുകളും കണ്ടിരുന്നു. മാത്രമല്ല ഇദ്ദേഹം ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യരിൽ പലരും വിശ്വസിച്ചിരുന്നു. എന്നാൽ ഈ വക പൗരോഹിത്യത്തെ ചോദ്യം ചെയ്തോടെ, പൗരോഹിത്യത്തെ പരിഹസിച്ചോടെ, സമൂഹത്തിലെ പ്രമാണിമാരെ ചോദ്യം ചെയ്തോടെ, അവരെ പരിഹസിച്ചതോടുകൂടി ഇദ്ദേഹത്തിനെതിരെ പൗരോഹിത്യം തിരികെയും ഇദ്ദേഹത്തെ പിന്നെ വിചാരണ ചെയ്യുകയും, അദ്ദേഹം എല്ലാവർക്കും അറിയാവുന്നതാണ്, വിചാരണ ചെയ്യുകയും അദ്ദേഹത്തെ ഗാഗുൽത്താ മലയിൽ കൊണ്ടുപോയി ക്രൂസിഫൈ ചെയ്യുകയും അങ്ങനെ കൊല്ലുകയും അദ്ദേഹം ഒരു രക്തസാക്ഷിയാവുകയാണ്. പക്ഷേ അതിനുശേഷം ഇദ്ദേഹം ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് പലരും വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവപുത്രനെ എങ്ങനെ മനുഷ്യർക്ക് കൊല്ലാൻ കഴിയില്ല എന്നും ഇദ്ദേഹത്തിൻ്റെ ശിഷ്യരിൽ പലരും വിചാരിക്കുന്നതും, മാത്രമല്ല ഇദ്ദേഹത്തെ പല ശിഷ്യരും മരിച്ചതിന് ശേഷം ഇദ്ദേഹത്തെ കണ്ടുവെന്നും അദ്ദേഹം ഉയർത്തെഴുന്നേറ്റുവെന്നും അങ്ങനെ ഉള്ള പ്രചരണങ്ങൾ വ്യാപകമായി. മാത്രമല്ല അതിനെ തുടർന്ന് ഇദ്ദേഹം മരിച്ച് ഉയർത്തെഴുന്നേറ്റ ആൾ എന്ന അർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ പഴയ ദൈവപുത്രനാണ് എന്ന ക്ലെയിം ഇദ്ദേഹത്തിന് ശിഷ്യർ വിശ്വസിച്ചിരുന്ന, ഇദ്ദേഹം ദൈവപുത്രനാണ് എന്ന് വിശ്വസിച്ചിരുന്ന ആ വിശ്വാസം വീണ്ടും പുനരുജ്ജീവിക്കുകയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ കൂടുതൽ ശക്തിയായി പ്രചരിപ്പിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് വീണ്ടും ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ കൂടുതൽ വ്യാപിപ്പിക്കാൻ ശ്രമിച്ചു. നമുക്ക് ഇദ്ദേഹം മരിച്ചതിന് ശേഷം വീണ്ടും നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രചരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് ഇദ്ദേഹം പ്രചരിപ്പിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഏകാഭിപ്രായം നിലവിൽ ലഭ്യമല്ല. അങ്ങനെ ഒരു ടെക്സ്റ്റുകൾ നമുക്ക് അവൈലബിൾ അല്ല. ഇദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ്, ഇദ്ദേഹത്തിൻ്റെ ശിഷ്യർ പിന്നീട് ക്രോഡീകരിച്ച 4 ഗോസ്പെൽസ് ആയിട്ടാണ്, കനോണിക്കൽ ഗോസ്പെൽസ് ആയിട്ടാണ് നമുക്കിന്നത് ലഭ്യമായിട്ടുള്ളത്. നമ്മുടെ സുവിശേഷങ്ങളാണ്. നമുക്ക് അറിയാവുന്നതുപോലെ മത്തായിയുടെ, മാർക്കിൻ്റെ, ലൂക്കായുടെ, യോനായുടെ, മാത്യു, മാർക്ക്, ലൂക്ക്, ജോൺ, ഈ 4 സുവിശേഷങ്ങളുടെ രൂപത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ടീച്ചിങ്സിൻ്റെ ഇടയ്ക്കും തന്നെ ഇദ്ദേഹം എന്താണ് പഠിപ്പിച്ചത് എന്നതിനെക്കുറിച്ച് ഐക്യരൂപമൊന്നുമില്ല. ഇദ്ദേഹത്തിൻ്റെ വിശ്വാസിക്കുന്ന ആളുകൾക്കിടയിലും അങ്ങനെ ഇദ്ദേഹം പഠിപ്പിച്ച കാര്യത്തെക്കുറിച്ച് ആദ്യഘട്ടത്തിൽ ഐക്യരൂപം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം പക്ഷേ എന്നാൽ പ്രധാനമായിട്ട് ഇദ്ദേഹം ദൈവപുത്രനാണെന്നും ഇദ്ദേഹം അടിച്ചമർത്തപ്പെട്ട ആളുകളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണെന്നും, ഇദ്ദേഹം കുരിശിലേറ്റപ്പെട്ട് കൊല്ലുകയാണെന്നും, കുരിശിലേറ്റപ്പെട്ട് ഇദ്ദേഹം രക്തസാക്ഷിയായതാണ് എന്നുള്ള അടിസ്ഥാന കാര്യങ്ങളിലൊഴികെ വലിയ വ്യത്യാസം ഈ വിശ്വാസ പ്രമാണങ്ങൾക്കിടയിൽ, ഇദ്ദേഹത്തിൻ്റെ വിശ്വാസികൾക്കിടയിൽ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. മുമ്പ് സൂചിപ്പിച്ചതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഇദ്ദേഹം അടിസ്ഥാന തത്വം, ബേസിക് ആയിട്ടുള്ള ഒരു ഔട്ട്ലൈനിൽ എല്ലാ വിഭാഗം ക്രിസ്ത്യാനികളും ഒരുമിച്ച് വിശ്വസിക്കുന്നു. യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്നും ക്രൈസ്റ്റാണെന്നും അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സും അതുപോലെ പ്രവൃത്തികളും വഴി അധകൃതരായിട്ടുള്ള ആളുകളെ ഉന്നമനത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നുവെന്നും, അദ്ദേഹത്തെ പരീക്ഷകൾ എതിർത്തിരുന്നുവെന്നും, അദ്ദേഹം തുടർന്ന് വിചാരണ ചെയ്യുകയും കുരിശിലേറ്റപ്പെടുകയും അതിനെ തുടർന്ന് പുനർജനിക്കുകയും കുരിശിൽ ഉയർത്തെഴുന്നേൽക്കുകയും അദ്ദേഹം അങ്ങനെ നിത്യത കൈവരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതിന് മാത്രമല്ല ദൈവത്തിൻ്റെ പുത്രനാണെന്നും
വീണ്ടും വരും എന്നും ഉള്ള രീതിയിലുള്ള പഠനങ്ങൾ, അങ്ങനെ വിശ്വാസങ്ങളൊക്കെയാണ്. അതായത് ബേസിക് പ്രിമൈസിൽ എല്ലാ വിഭാഗവും ഒന്നിക്കുന്നു. പക്ഷേ അദ്ദേഹം തന്നെ ഇദ്ദേഹം എന്താണ് പഠിപ്പിച്ചതെന്നുള്ളതിന്, അദ്ദേഹത്തിന് പഠിപ്പിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് ഈ ശിഷ്യർക്കിടയിൽ, പിന്നീട് വന്ന ഗോസ്പൽസിൻ്റെ ഇടയിലൊക്കെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് പല കാര്യങ്ങളിലും. നമ്മളെ സംബന്ധിച്ച് പ്രധാനം ഈ ക്രിസ്തു മതത്തിൻ്റെ വളർച്ചയോടൊപ്പം തന്നെ ഈ പോപ്പിൻ്റെ അധികാര കേന്ദ്രീകരണം എങ്ങനെ സംഭവിച്ചു, ലോകത്തിൽ മധ്യകാല ലോകത്തിൽ വളരെ നിർണായകമായ വൈജ്ഞാനിക രംഗത്തെയും മറ്റുമൊക്കെ കൺട്രോൾ ചെയ്യുന്ന, പൊളിറ്റിക്കലായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ വലിയ ശക്തിയായിരുന്ന, ലോകത്തെ തന്നെ നിയന്ത്രിച്ചിരുന്ന ഒരു ശക്തിയായിട്ട് എങ്ങനെയാണ് പാപ്പസി എങ്ങനെ വളർന്നു വന്നു, പോപ്പ് എങ്ങനെയാണ് ഇതിൻ്റെ മേധാവിയായി മാറുന്നത് എന്നുള്ളതാണ്. അതാണ് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനം. നമുക്കറിയാവുന്നതുപോലെ സെൻറ്റ് പോളാണ്, അദ്ദേഹം ആണ് ശരിക്കും യഥാർത്ഥത്തിൽ ഈ ക്രിസ്തു മതത്തിൻ്റെ രണ്ടാം ഫൗണ്ടർ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. ക്രിസ്ത്യാനിറ്റിയുടെ സെക്കൻഡ് ഫൗണ്ടറാണ് എന്ന രീതിയിലാണ് സെയിൻറ്റ് പോൾ സാധാരണയായിട്ട് അറിയപ്പെടുന്നത്. അദ്ദേഹമാണ് ഈ ഇതിനൊരു സ്ട്രക്ചർ ഉണ്ടാക്കുകയും പാതിരിമാർ അവരുടെ കാര്യങ്ങൾ, അതുപോലെ ഈ പുരോഹിതന്മാരെ സംബന്ധിച്ച് പൗരോഹിത്യവും ആ പൗരോഹിത്യത്തിനെ തുടർന്ന് അതിലൊരു ഗ്രഡേഷനും ഒക്കെ ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ സെയിൻറ്റ് പോളിൻ്റെ കാലത്താണ്. അതുകൊണ്ടാണ് സെയിൻറ്റ് പോളിന് സാധാരണഗതിയിൽ ക്രിസ്ത്യാനിറ്റിയുടെ രണ്ടാം ഫൗണ്ടർ എന്ന രീതിയിൽ വിശേഷിപ്പിക്കാറുള്ളത്. അങ്ങനെ സക്രമെൻ്റ് അടിസ്ഥാനത്തിലുള്ള ഒരു മതമായിട്ട് അതിനെ വളർത്തിയെടുത്തത് സെയിൻറ്റ് പോളാണ്. അദ്ദേഹം ആണ് ഈ പൗരോഹിത്യത്തിൻ്റെ ഒരു സ്ട്രക്ചർ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. ആദ്യഘട്ടത്തിലുള്ള അതിൻ്റെ പ്രിമിറ്റീവ് ഫോം ഉണ്ടാകുന്നത് മാത്രമല്ല, ഒരു ക്രിസ്തു ഒരു സ്ട്രക്ചറലായിട്ടുള്ള ഒരു റിലീജിയനായിട്ട് ക്രിസ്തുവിൻ്റെ ടീച്ചിങ്സ് വളർത്തിയെടുത്തതും ഈ ഇദ്ദേഹമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ രണ്ടാം ഫൗണ്ടർ എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സാമ്പത്തികമായിട്ടുള്ള പരാധീനതകളും അതുപോലെ രാഷ്ട്രീയമായിട്ടുള്ള അനിശ്ചിതത്വങ്ങളും എല്ലാം കൂടെ ചേർന്ന് ആ കാലഘട്ടത്തിൽ റോമാ സാമ്രാജ്യത്തിലുണ്ടായിരുന്ന ഘട്ടത്തിൽ തന്നെ അതുപോലെ അതിൻ്റെ അടിച്ചമർത്തലും സ്ലേവറിയും എല്ലാം കൂടി ചേർന്ന് ആളുകളിൽ ഒരു തരത്തിൽ ഉള്ള ഒരു ഇൻസെക്യൂരിറ്റി, അൺസർട്ടനിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്ന ഘട്ടത്തിൽ ആളുകൾ ഇതിൽ നിന്നും നമുക്ക് മോചനം ഉണ്ടാകുമെന്നും ഒരു മിശിഹ വന്ന് നമ്മൾ രക്ഷിക്കും എന്നും വിശ്വസിക്കുന്ന അങ്ങനെ പലതരത്തിലുള്ള വിശ്വാസങ്ങളുണ്ടായിരുന്നു. അതായത് ദൈവികമായിട്ട് നമുക്കിതിൽ നിന്ന് മോചനം കിട്ടുമെന്നും ഒക്കെയുള്ള വിശ്വാസം, പല തരത്തിലുള്ള അത്തരത്തിലൊരു സേവിയർ വരും, ആ സേവിയർ നമ്മളെ രക്ഷിക്കും എന്നുള്ള ഒരു രക്ഷകൻ്റെ ഉയർത്തെഴുന്നേൽക്കും, രക്ഷകൻ വരും എന്നുള്ള ഒരു വിശ്വാസം ആ ഘട്ടത്തിൽ പല ഘട്ടങ്ങളായി വളർന്നു വന്നു. പക്ഷേ അതിൽ നിന്നും വളർന്നു വന്ന ഒരു മതമായിട്ട് ഇന്ന് ലോകത്ത് തന്നെ പ്രബലമായ മതമായിട്ട് വളർന്നു വന്നത് ക്രിസ്ത്യാനിറ്റിയാണ്. അതിൽ സെയിൻറ്റ് പോളിന് വളരെ നിർണായകമായിട്ടുള്ള പങ്കുണ്ട്. അദ്ദേഹമാണ് ഇതിനൊരു ഓർഗനൈസ്ഡ് റിലീജിയൻ എന്നുള്ള രീതിയിൽ ടീച്ചിങ്സ് ഓഫ് ക്രൈസ്റ്റ് മാറ്റുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ആദ്യഘട്ടത്തിൽ ഇദ്ദേഹം ഈ മതം ഉണ്ടാക്കുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിൻ്റെ അശരണരായിട്ടുള്ള ആളുകളുടെ മതം എന്നുള്ള രീതിയിലാണ്. അവർക്ക് റിലൈ ചെയ്യാനുള്ള ഒരു മതം, അവരെ അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന, അവർക്ക് മോക്ഷം സാധ്യമാക്കുന്ന, അവരുടെ ഈ മോചനം സാധ്യമാക്കുന്ന ഒരു മതമാണ്, മോചനത്തിലേക്കുള്ള ഒരു പാത എന്നുള്ള രീതിയിൽ. അത് അടിച്ചമർത്തപ്പെട്ട ആളുകളുടെ ഒരു മതം എന്ന അർത്ഥത്തിലാണ് ആദ്യഘട്ടത്തിലെ ക്രിസ്തു മതം വളർന്നു വരുന്നത്. എന്നാൽ എംപറർ കോൺസ്റ്റൻറ്റൈൻ 318 അദ്ദേഹം ഒരു പ്രഖ്യാപനം വഴി ക്രിസ്ത്യാനിറ്റിയെ അംഗീകരിക്കുകയാണ്. സാധാരണ നമ്മൾ പറയാറുള്ളത് പോലെ കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തി ക്രിസ്തുമതത്തെ ഔദ്യോഗിക മതമാക്കിയ എന്ന് പറയുന്നത് തെറ്റാണ്. അദ്ദേഹം ക്രിസ്തുമതത്തെ ഔദ്യോഗിക രാഷ്ട്രമതമാക്കി മാറ്റിയിട്ടില്ല. പക്ഷേ അദ്ദേഹം ഒരു അംഗീകൃത മതമായിട്ട് ക്രിസ്തുമതത്തെ അംഗീകരിച്ചു. ക്രിസ്തുമതത്തെ ഒരു അംഗീകൃത മതമായിട്ട് പ്രഖ്യാപിച്ചത് ആണ് എംപറർ കോൺസ്റ്റൻറ്റൈൻ 318. അദ്ദേഹം മതം സ്വീകരിച്ചിരുന്നു, ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചിരുന്നു, അതൊരു മോചന മാർഗമായിട്ട് അദ്ദേഹം ഉൾക്കൊണ്ടിരുന്നു. എന്നാൽ അദ്ദേഹം ഇതിനെ ഔദ്യോഗിക മതമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. അത് തെറ്റായ ഒരു ധാരണയാണ്. കോൺസ്റ്റൻറ്റൈനാണ് ഔദ്യോഗിക മതമായിട്ട്, റോമ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായിട്ട് ക്രിസ്ത്യാനിറ്റിയെ പ്രഖ്യാപിച്ചത് എന്നുള്ള ധാരണ പൊതു കോമൺ സെൻസാണ്, അത് തെറ്റാണ്. പകരം അദ്ദേഹത്തിൻ്റെ മകനായിരുന്ന തിയഡോഷ്യസ് ഒന്നാമനാണ് 380 ക്രിസ്തുമതത്തെ റോമ സാമ്രാജ്യത്തിൻ്റെ
ഔദ്യോഗിക മതമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അതിനെ തുടർന്ന് റോമ സാമ്രാജ്യത്തിലെ എല്ലാവരുടെയും മതമായിട്ട് ക്രിസ്തു മതം മാറുന്നു. ക്രിസ്തു മതം റോമ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായിട്ട് മാറുന്നു. എല്ലാ ആളുകളും അതുകൊണ്ട് ഇതിന് ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ മാറാൻ നിർബന്ധിതരാകുന്നുണ്ട്. അങ്ങനെ പിന്നെ ഒരു സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായിട്ട് ഇദ്ദേഹം ക്രിസ്തു മതത്തെ, ക്രിസ്ത്യാനിറ്റിയെ തിയോഡോഷ്യസ് ഒന്നാമനാണ് പ്രഖ്യാപിക്കുന്നത്. അദ്ദേഹം കോൺസ്റ്റന്റൈൻ്റെ പുത്രനായിരുന്നു. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സെയിൻറ്റ് പോൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ ഈ പാപ്പസിയും ലേമനും തമ്മിലുള്ള സാധാരണ ജനങ്ങളും പുരോഹിതരും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ നടത്തിയിരുന്നു. തുടർന്ന് ഈ പൗരോഹിത്യത്തിന് തന്നെ ഗ്രഡേഷൻ വരികയും ആ ക്ലർജിയിൽ ഹെയറാർക്കി പുനഃസ്ഥാപിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഇപ്പോൾ സാധാരണ ഒരു നഗരത്തിലുള്ള നഗരകേന്ദ്ര ബിഷപ്പിനെ ആ നഗരത്തിന് കീഴിലുള്ള എല്ലാ പുരോഹിതരുടെയും മേലധികാരിയായിട്ട് നിയമിക്കുകയാണ്. അതിനെ തുടർന്ന് ഓരോ സിറ്റികളിലെയും ബിഷപ്പിനെ ആ പുരോഹിതന്മാരുടെ സുപ്പീരിയറായിട്ട് തീരുമാനിക്കുന്നു. മാത്രമല്ല പ്രധാനപ്പെട്ട നഗരങ്ങൾക്കെല്ലാം തന്നെ മെട്രോപൊളിറ്റൻ അല്ലെങ്കിൽ ആർച്ച് ബിഷപ്പ് നിയമിക്കുകയാണ്. അതിന് കീഴിൽ വരുന്ന എല്ലാ ബിഷപ്പുമാർക്കും ഈ ആർച്ച് ബിഷപ്പിന് കീഴിൽ മെട്രോപൊളിറ്റൻ്റെ കീഴിലാണ് വരുന്നത്. തുടർന്ന് ഈ പ്രവിശ്യകളിൽ ആ പ്രവിശ്യകളിൽ എല്ലാവരും അങ്ങനെ വരുന്നു. അതിനുശേഷം കുറച്ചും കൂടെ കാലഘട്ടം കഴിയുമ്പോഴേക്ക് ഈ 4-ാം നൂറ്റാണ്ടോടുകൂടി ബിഷപ്പ് റോമിലെയും ജെറുസലേമിലെയും കോൺസ്റ്റന്റിനോപ്പിളിലെയും അന്ത്യോക്യയിലെയും അലക്സാണ്ട്രിയയിലെയും ബിഷപ്പുമാരെ പട്രിയാർക്ക് എന്ന പേരിൽ പ്രധാനപ്പെട്ട നഗരങ്ങളിലെ ബിഷപ്പുമാരെ പട്രിയാർക്കുകളായിട്ട് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ആ പട്രിയാർക്കിന് കീഴിൽ എല്ലാ ബിഷപ്പുമാരും വരുന്നു. ഇങ്ങനെ ഒരു സ്ട്രക്ചറലായിട്ടുള്ള ഒരു ഹെയറാർക്കി സ്ഥാപിക്കുന്നുണ്ട്. ഇത് ക്ലർജികൾക്ക്, പുരോഹിതന്മാർക്ക്, വികാരികൾക്ക് മുകളിൽ ബിഷപ്പുമാരുടെ മുകളിൽ മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പ്, അതുപോലെ പിന്നെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെ ബിഷപ്പുമാരെ, അന്നത്തെ പ്രധാന നഗരങ്ങളായിരുന്ന ജെറുസലേം, കോൺസ്റ്റാന്റിനോപ്പിൾ, അന്ത്യോക്യ, അലക്സാണ്ട്രിയ ഓയിലൊക്കെ പ്രധാനപ്പെട്ട ബിഷപ്പുമാരെ പട്രിയാർക്കുകളായിട്ട് പ്രഖ്യാപിക്കുന്നു. മാത്രമല്ല ഈ റോമിലെ ബിഷപ്പിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ടായിരുന്നു. റോമിലെ ബിഷപ്പ് അദ്ദേഹം നമ്മൾ സെയിൻറ്റ് പോളിൻ്റെയും സെൻറ്റ് പത്രോസിൻ്റെയും പീറ്ററിൻ്റെയും ഒക്കെ പിന്തുടർച്ചക്കാരനാണ്. അതായത് പീറ്ററാണ് ആദ്യത്തെ പുരോഹിതൻ, ക്രിസ്തുവിൻ്റെ തന്നെ വികാരിയാണ് ആയിട്ട് ക്രിസ്തു അദ്ദേഹത്തെ കണക്കാക്കിയിരുന്നു. അതുകൊണ്ട് മാത്രമല്ല പീറ്ററിന് ഈ കുറ്റവാളികളെ ശിക്ഷിക്കാനും ഉള്ള അധികാരം കൊടുത്തിരുന്നു. സ്വർഗത്തിൻ്റെ താക്കോൽ അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നു എന്നുള്ള വിശ്വാസമുണ്ട്. അപ്പോൾ ഈ വിശ്വാസം, അതായത് പീറ്റർ അങ്ങനെ ഒരു വിശ്വാസം പീറ്ററിന് മുകളിലുണ്ട്. അദ്ദേഹമാണ് റോമിലെ ആദ്യത്തെ വികാരി എന്നും ബിഷപ്പ് എന്നും ക്രിസ്തു അദ്ദേഹത്തിൻ്റെ വികാരിയായിട്ട് പത്രോസിനെ കണക്കാക്കിയിരുന്നു എന്നും ഉള്ള വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തുടർന്ന് റോമിൽ വന്ന എല്ലാ ബിഷപ്പുമാരും ആ തരത്തിലുള്ള ഔന്നത്യമുള്ള ആളുകളാണെന്നും അതുകൊണ്ട് എല്ലാ ബിഷപ്പുമാരുടെയും മുകളിലാണ് ഈ റോമിലെ ബിഷപ്പിൻ്റെ സ്ഥാനമെന്ന്. തുടർന്ന് ഈ പാപ്പസി പ്രഖ്യാപിക്കുകയും ഈ റോമിലെ പോപ്പിനെ എല്ലാവരും അംഗീകരിക്കണം എന്നുള്ള പ്രഖ്യാപനം വരികയും ചെയ്യുകയാണ്. അതായത് ഈ പത്രോസിൻ്റെ പിന്തുടർച്ചക്കാരാണ് റോമിലെ പോപ്പെന്നും റോമിലെ ബിഷപ്പെന്നും, അതുകൊണ്ട് തന്നെ എല്ലാ ബിഷപ്പുമാരുടെയും മുകളിലാണ് റോമിലെ ബിഷപ്പിൻ്റെ സ്ഥാനം എന്നും വരുന്നു. അദ്ദേഹം പിന്നെ പീറ്ററും പോളും ഉണ്ടായിരുന്ന, അവർ ക്രിസ്തുമതം പ്രചരിപ്പിച്ച, അവർ രക്തസാക്ഷികളായ നഗരമാണ് റോം. അതുകൊണ്ട് തന്നെ റോമിലെ പോപ്പിന് സുപ്രീമസി അന്ന് തന്നെ കൽപ്പിക്കപ്പെട്ടിരുന്നു. മുമ്പ് സൂചിപ്പിച്ച പോലെ ബിഷപ്പ് ഈ പീറ്റർ റോമിലെ ആദ്യത്തെ ബിഷപ്പാണ്, പത്രോസാണ് റോമിലെ ആദ്യത്തെ ബിഷപ്പ് എന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഔന്നത്യം തുടർന്നു വന്ന മറ്റു ബിഷപ്പുമാർക്കും ഉണ്ടെന്നും അത് പിന്തുടർച്ചയായിട്ട് കൈമാറ്റം ചെയ്ത് വരുന്നുണ്ടെന്നും അങ്ങനെ പിന്നെ സ്വർഗത്തിൻ്റെ താക്കോല് സൂക്ഷിപ്പുകാരാണ് എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അങ്ങനെ ഈ റോമ സാമ്രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ കോൺസ്റ്റന്റൈനായി മാറുന്നത് നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. റോമ സാമ്രാജ്യത്തിൻ്റെ
സാമ്രാജ്യത്തിൻ്റെ ക്യാപിറ്റലായിട്ട് കോൺസ്റ്റാന്റിനോപ്പിൾ മാറുന്നതോടുകൂടി, അതായത് ബൈസന്റൈൻ എംപയർ റോമ സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രമായി മാറുന്നതോടുകൂടി, ചക്രവർത്തി ബൈസന്റൈനിലേക്ക് മാറുന്നതോടുകൂടി റോം ഒരു വലിയ ചക്രവർത്തിയുടെ ആബ്സെൻസ് റോമിലുണ്ടായിരുന്നു. അതായത് അങ്ങനെ ഒരു വലിയ പൊളിറ്റിക്കലായിട്ടുള്ള അതോറിറ്റി അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഘട്ടത്തിൽ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു അതോറിറ്റി ആയിട്ട് പേപ്പസി പോപ്പ് മാറുകയാണ്. അങ്ങനെ ഈ മാത്രമല്ല അവിടെ റോമിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള അതോറിറ്റി ഇല്ലാതെ കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും ഫൈനൽ വേർഡായിട്ട് ഇദ്ദേഹം മാറുന്നു. മാത്രമല്ല പിന്നീട് ഈ റോമിലെ ബിഷപ്പിനെ റോമിലെ പോപ്പിനെ മറ്റെല്ലാ ബിഷപ്പുമാരും അംഗീകരിക്കണമെന്നും, പിന്നെ പടിഞ്ഞാറൻ യൂറോപ്പിലുള്ള എല്ലാ ബിഷപ്പുമാരുടെയും ഫൈനൽ വേർഡ് ഈ റോമിലെ ബിഷപ്പിൻ്റേതാണ് പോപ്പിൻ്റേതാണ് എന്നുള്ള പ്രഖ്യാപനം വരുന്നു. അങ്ങനെ പോപ്പ് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള അതോറിറ്റി ആയിട്ട് കൂടി മാറുന്നുണ്ട്. അങ്ങനെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു അതോറിറ്റി ആയിട്ട് റോമിലെ പോപ്പ് മാറുന്നതുകൊണ്ട് ഈ മധ്യ കാലഘട്ടത്തിൽ പിന്നെ വളരെ പ്രധാനമാണ്. വൈജ്ഞാനികമായിട്ട് ഉണ്ടായിരുന്ന പുതിയ പല കണ്ടെത്തലുകളും പോപ്പിൻ്റെ നിരീക്ഷണത്തിന് വിധേയമാവുകയും പലതും പോപ്പിൻ്റെ അംഗീകാരം ലഭിക്കാതെ പല കണ്ടെത്തലുകൾ പോവുകയും, മാത്രമല്ല പല പുതിയ കണ്ടെത്തലുകളും ഈ പോപ്പിൻ്റെ നിഷേധത്തിന് വിധേയമായി അവ ചവറ്റുകൊട്ടയിലേക്ക് പോവുകയും അംഗീകരിക്കപ്പെടാതിരിക്കുകയും പല ശാസ്ത്രജ്ഞർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒക്കെ ഉണ്ടാകുന്നത്. അതായത് അങ്ങനെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള, ഇൻ്റലക്ച്വലായിട്ടുള്ള, ഇക്കണോമിക്കായിട്ടുള്ള, സോഷ്യലായിട്ടുള്ള ഒരു അതോറിറ്റി ആയിട്ട് ഈ പേപ്പസി മാറുന്നത് ഈ ഘട്ടത്തോടു കൂടിയാണ്. ഇപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് ചർച്ച ചെയ്തത് ക്രിസ്തു മതത്തിൻ്റെ വളർച്ചയും അതിലെ പേപ്പസിയുടെ അധികാരം കേന്ദ്രീകരണവും മറ്റുമാണ്. നമുക്ക് സൂചിപ്പിച്ചതുപോലെ ഈ പിന്നെ പഴയ റോമ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ പ്രധാനപ്പെട്ടതാണ് ഇതും. അത് പോപ്പിൻ്റെ അധികാരത്തിന് കീഴിലേക്ക് യൂറോപ്പ് മാറുന്ന ഒരു പ്രക്രിയ, ഒരു ഈവൻ്റ്, അത് ആ കാലഘട്ടത്തിൽ വളരെ പ്രധാനമാണ്. ആ കാലഘട്ടത്തിൽ വളരെ നിർണായകമായിരുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ യൂറോപ്പിൽ മാത്രമല്ല മറ്റ് പല ഭാഗങ്ങളിലേക്കും ഏറിയും കുറഞ്ഞും ഒക്കെ വളർന്നു വന്ന ഒരു പ്രതിഭാസമാണ് ഫ്യൂഡലിസം. ഇത് 10-ാം നൂറ്റാണ്ടിലെ ഫ്രാൻസിലാണ് ഇതാദ്യമായിട്ട് ഇങ്ങനൊരു സിസ്റ്റം വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നമ്മൾ അതിലേക്ക് വിശദമായിട്ട് വരാം. ഈ ഫ്യൂഡലിസം എന്ന് പറയുന്നത് ഇത് ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇതെന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ആളുകൾ ഇതിനൊരു സാമൂഹ്യ വ്യവസ്ഥയായിരുന്നെന്നും വളരെ ഉച്ചനീചത്വങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയുള്ള ഹെയറാർക്കിക്കലായിട്ടുള്ള ഉച്ചനീചത്വങ്ങളോട് കൂടിയ ഒരു സാമൂഹ്യ വ്യവസ്ഥയായിരുന്നു ഒരു സോഷ്യൽ സിറ്റുവേഷനാണ് ഫ്യൂഡലിസം എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. അതേസമയം തന്നെ ഇത് ഒരു പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ സിസ്റ്റമാണ് യഥാർത്ഥത്തിൽ ഫ്യൂഡലിസം. ഇത് ഒരു സോഷ്യൽ സിറ്റുവേഷൻ ആണെന്നും, ഇത് ഹെയറാർക്കിക്കലായിട്ടുള്ള ഉച്ചനീചത്വങ്ങളുള്ള ആളുകൾ ഗ്രേഡഡ് ആയിട്ടുള്ള ഇനീക്വാളിറ്റി നിലനിൽക്കുന്ന, അടിമത്വം നിലനിൽക്കുന്ന ഒരു ഘട്ടമാണ് ഈ ഫ്യൂഡലിസം എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഇതൊരു സാമൂഹ്യ വ്യവസ്ഥയായിരുന്നു, രാഷ്ട്രീയ വ്യവസ്ഥയായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഇത് ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റി ഉണ്ടായിരുന്നില്ല. ഈ പ്രഭുക്കളുടെ കീഴിൽ അധികാരം നഷ്ടപ്പെട്ട രാജാവ് അധികാരം സ്ഥാനം മാത്രമായി മാറിയ, എന്നാൽ യഥാർത്ഥത്തിലുള്ള ഡിഫാക്റ്റോ റൂളേഴ്സായിട്ട് പ്രഭുക്കൾ മാറുന്ന, ആ പ്രഭുക്കളുടെ കയ്യിൽ പട്ടാളം ഉണ്ടാവുന്ന, രാജാവിന് യഥാർത്ഥത്തിൽ മിലിറ്ററി ഇല്ലാതിരുന്ന അങ്ങനെയുള്ളൊരു പൊളിറ്റിക്കൽ സിറ്റുവേഷനാണ്, അങ്ങനെ ഒരു സിസ്റ്റമാണ് ഫ്യൂഡലിസം എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇതൊരു സാമ്പത്തിക വ്യവസ്ഥയാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുമുണ്ട്. അതായത് ഫ്യൂഡലിസം എന്ന് പറയുന്നത് അതായത് ഈ കുടിയായ്മയിൽ അടിസ്ഥാനത്തിലുണ്ടായിരുന്ന, ഇത് പണിയെടുപ്പിച്ചിരുന്ന, അടിമകളെപ്പോലെ ആളുകളെ കൊണ്ട് പണിയെടുപ്പിച്ചിരുന്ന, എന്നാൽ പഴയ റോമൻ അടിമകളിൽ നിന്ന് നേരിയ വ്യത്യാസങ്ങളുള്ള ഒരു കാലഘട്ടമാണ്. അടിമത്തിൽ നേരിയ വ്യത്യാസങ്ങളോടുകൂടിയ, എന്നാൽ നിർബന്ധിതമായിട്ടുള്ള അൺപെയ്ഡ് ആയിട്ടുള്ള കൂലിയില്ലാത്ത നിർബന്ധിത ജോലി ചെയ്യേണ്ടിയിരുന്ന ഒരു ഘട്ടം. അങ്ങനെയുള്ള ഇത് ടെനൻസി, ഭൂപ്രഭുക്കന്മാരുടെ കീഴിൽ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ടെനൻസിയുടെ അടിസ്ഥാനത്തിലുണ്ടായിരുന്ന ഒരു സാമ്പത്തിക
അവസ്ഥയാണ്, സാമ്പത്തികമായിട്ടുള്ള വ്യവസ്ഥിതിയാണ് ഈ ഫ്യൂഡലിസം എന്ന് വിശ്വസിക്കുന്നതാണ്. എന്നാൽ എല്ലാം കൂടെ ചേരുന്നതാണ് യഥാർത്ഥത്തിൽ ഫ്യൂഡലിസം. ഇതൊരു സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് കണ്ടീഷനാണ്. ഇതൊരു സോഷ്യൽ പൊളിറ്റിക്കൽ സിറ്റുവേഷനാണ്, അതോടൊപ്പം തന്നെ ഇതൊരു എക്കണോമിക് കണ്ടീഷനാണ്. അതായത് ഇതെല്ലാം കൂടെ ചേർന്ന ഒരു പൊളിറ്റിക്കൽ ഇക്കോണമിയുടെ ഒരു സ്റ്റേജാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത്. ലോക ചരിത്രത്തിൽ വളരെ നിർണായകമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ പറയാറുള്ളത് പോലെ ഫ്യൂഡലിസം എന്ന് പറഞ്ഞാൽ എല്ലാ പഴമയുടെയും ഒരു കേന്ദ്രം മാത്രമായിരുന്നില്ല. അത് ലോകത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിയിൽ ഒരു ഘട്ടമാണ്. അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഫ്യൂഡലിസം വന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ പല വകഭേദങ്ങൾ വളരെ ലോകത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു. നമ്മൾ മലയാള സമൂഹത്തിന് പലപ്പോഴും ഒരു അർദ്ധ ഫ്യൂഡൽ വ്യവസ്ഥയായിട്ടാണ് ഇത് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്ന് പലരും പറയാറുണ്ട്. ഇത് കൊളോണിയലിസത്തിൽ നിന്നും കൊളോണിയൽ ക്യാപിറ്റലിസം വളർന്നു വന്ന, എന്നാൽ അതിൻ്റെ വളർച്ച പൂർത്തിയാക്കാത്ത, എന്നാൽ ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്നും ജാതിയും മറ്റ് അസ്പൃശ്യതയും ഒക്കെ ഏറിയും കുറഞ്ഞൊക്കെ നിലനിൽക്കുന്ന ഒരു അർദ്ധ ഫ്യൂഡൽ അർദ്ധ ക്യാപിറ്റൽ സൊസൈറ്റിയാണ് കേരളത്തിൻ്റെ എന്ന് പറയാറില്ല. അതുപോലെ അങ്ങനെ വളർന്നു വന്ന ഒരു വ്യവസ്ഥയാണ് ഫ്യൂഡലിസം. ഇത് ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് കണ്ടീഷനാണ്. ഇതൊരു പൊളിറ്റിക്കൽ സിസ്റ്റമാണ്. അതുകൊണ്ട് നമുക്ക് ഈ 3 വാദങ്ങളെയും അംഗീകരിക്കാം. ഇത് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഫ്രാൻസിലാണ് ഇത് ആദ്യമായിട്ട് വരുന്നത്. ഈ വൈദേശിക ആക്രമണത്തെ തുടർന്ന് ഈ കരോളിംഗ്യൻസിൻ്റെ അധികാരം നഷ്ടപ്പെടുകയും അവിടുത്തെ രാജാവിൻ്റെ അധികാരം നഷ്ടപ്പെടുകയും, എന്നാൽ ഫ്യൂഡൽ പ്രഭുക്കൾക്ക് അവരുടെ ഭൂമി ഉടമകളായിരുന്ന ജന്മികൾക്ക് അവരുടെ ഭൂമിയും സ്വത്തും സ്വയം ഡിഫെൻഡ് ചെയ്യേണ്ടി വരികയും അതിനവർ പട്ടാളത്തെ, അതായത് കൂലിപ്പട്ടാളത്തെ അവരുടെ ഇടയിൽ നിന്ന് തന്നെ, അവരുടെ തൊഴിലാളികളുടെ ഇടയിൽ നിന്ന് തന്നെ ഡെവലപ്പ് ചെയ്ത് അങ്ങനെ അതുവഴി ഒരു രാഷ്ട്രീയ അധികാരം പ്രഭുക്കന്മാർക്ക് കൈവന്ന ഒരു വ്യവസ്ഥ. ഇത് 10-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിലാണ് ആദ്യമായിട്ട് ഇവോൾവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതാണ് ഒരു യഥാർത്ഥത്തിൽ ഫ്യൂഡലിസത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കാണാറുള്ളത്. അതായത് രാജാധികാരം നഷ്ടപ്പെട്ട പ്രഭുക്കൾക്ക് രാഷ്ട്രീയ അധികാരമുള്ള, അതേസമയം തന്നെ പ്രഭുക്കളുടെ കീഴിൽ വീണ്ടും ഉപപ്രഭുക്കന്മാരും അവരുടെ കീഴിൽ അടിമകളെ പോലെ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലാളികളും. ഇതാണ് ആ വ്യവസ്ഥ. ഒരു ഹെയറാർക്കിക്കൽ ഓർഡറിനെയാണ് സാധാരണ ഫ്യൂഡലിസം എന്ന് പറയുന്നത്. ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് മനോറിയൽ സിസ്റ്റം എന്ന് പറയുന്നത്. മാനർ എന്ന് പറയുന്നത് ഒരു മനോറിയൽ സിസ്റ്റം. ഈ മനോറിയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയെ, ഇത് പീസ് ഓഫ് ലാൻഡ് എന്ന് പറയുന്നത് ഫീഫിൽ നിന്നാണ് ഈ പ്രയോഗം തന്നെ ഉണ്ടായത്. ഫ്യൂഡൽ എന്നുള്ള വാക്കുണ്ടായത് ഫീഫ് എന്നുള്ള പീസ് ഓഫ് ലാൻഡ് എന്ന ഫ്രഞ്ചിൽ പീസ് ഓഫ് ലാൻഡ് എന്ന അർത്ഥത്തിലുള്ള ഫീഫ് എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇത് ആ ഒരു ഭൂപ്രദേശമായിരുന്നു. ഒരു ജന്മിയുടെ കീഴിലുള്ള ഒരു പ്രഭുവിൻ്റെ കീഴിലുള്ള പ്രദേശം. ആ പ്രഭുവിൻ്റെ പ്രദേശത്തെ പ്രധാനമായിട്ട് ഭൂമിയെ, പീസ് ഓഫ് ലാൻഡിനെ പ്രധാനമായിട്ടും 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ആളുകൾക്ക് വീതിച്ചു കൊടുക്കുന്ന പ്രദേശവും മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ഉപയോഗത്തിന് വേണ്ടി നേരിട്ട് കൃഷി ചെയ്യുന്ന പ്രദേശവും. ഈ നേരിട്ട് കൃഷി ചെയ്യുന്ന പ്രദേശം അദ്ദേഹം അടിമകളെ കൊണ്ട് അടിമ സമാനമായ സർഫുകൾ അവർ ഇദ്ദേഹത്തിന് സൗജന്യമായി, അതായത് കൂലിയൊന്നുമില്ലാതെ നിർബന്ധിതമായും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ ചെയ്തു കൊടുക്കേണ്ടുന്ന ജോലി ചെയ്ത് വിളവെടുപ്പിക്കേണ്ട സ്ഥലം. മറ്റൊന്ന് ഇദ്ദേഹത്തിൻ്റെ ഈ ഭൂമി ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഭൂമി. അങ്ങനെ 2 പാർട്ടായിട്ട് ഓരോ പ്രഭുവിൻ്റെയും ഭൂമി മാറും. ഇങ്ങനെ ഒരു പ്രഭു, അദ്ദേഹത്തിന് കീഴിൽ വീണ്ടും ഉപപ്രഭുക്കൾ, അങ്ങനെ അവസാനം നൈറ്റ്. ഇതാണ് ഇതിൻ്റെ ഒരു വ്യവസ്ഥ. ഇതൊരു നമുക്കൊരു പിരമിഡിൻ്റെ രൂപമാണ് ഇതിനെ സാധാരണയായിട്ട് സൂചിപ്പിക്കാറുള്ളത്. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി കൃത്യമായിട്ട് മനസ്സിലാവും. ഇതാണത്. ഏറ്റവും മുകളിൽ രാജാവ്, അതിന് താഴെ ഡ്യൂക്കുകൾ, പിന്നെ കൗണ്ടുകൾ, അതിന് താഴെ അതിനേക്കാൾ കുറഞ്ഞ ബാരൻസ്, ഏറ്റവും താഴെയായിട്ടുള്ള ഇടപ്രഭുക്കൾ. അതായത് പ്രഭുക്കൾ ഈ രാജാവിനും നൈറ്റിനും ഇടയ്ക്ക് ഈ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറവ് വരുന്നുകൊണ്ടിരിക്കുന്ന ഒരു ഹെയറാർക്കി നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും രാജാവായിരുന്നു, രാജാവിന് താഴെ ഡ്യൂക്കുകളുടെ, രാജാവിൻ്റെ കിങ്ഡം ഡ്യൂക്കുകളുടെ ഇടയിൽ വിഭജിതമാണ്. ആ ഡ്യൂക്കുകളുടെ ഭൂമികൾ വീണ്ടും കൗണ്ടുകൾക്കിടയിൽ വിഭജിച്ചു കൊടുത്തിട്ടുണ്ട്. കൗണ്ടുകളുടെ ഭൂമി വീണ്ടും ബാരൻസിന് വിഭജിച്ചു കൊടുത്തിട്ടുണ്ട്. ബാരൻസിന് താഴെ നൈറ്റുകളുണ്ട്. ഈ നൈറ്റുകളുടെ ഭൂമിയാണ് യഥാർത്ഥത്തിൽ ജന്മികളുടെ ഭൂമിയിൽ സാധാരണ സെർഫുകളായിട്ടുള്ള അടിമകളായിട്ടുള്ള ആളുകൾ ജോലി ചെയ്തിട്ടുണ്ട്. ഈ അടിമകൾക്ക് സാധാരണ റോമൻ അടിമകളിൽ നിന്നുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഭൂമിയിൽ
ഇവർക്ക് സ്വന്തമായൊരു ഭൂമി തുണ്ട് ഭൂമി കൊടുക്കുമായിരുന്നു. ആ സ്വന്തമായിട്ട് കിട്ടുന്ന തുണ്ട് ഭൂമിയിലാണ് അവർക്ക് വേണ്ടുന്ന ഭക്ഷണം പാചകം ചെയ്യാൻ, അതായത് അവർക്ക് വേണ്ടുന്ന പ്രൊഡക്ഷൻ, അവർക്ക് വേണ്ടുന്ന കൃഷി അവർ ചെയ്യുന്ന ആ ചെറിയ തുണ്ട് ഭൂമിയിലാണ്. മറ്റ് കൃഷിപ്പണിക്കൊന്നും തന്നെ ഒരു കൂലിയുമില്ല, നിർബന്ധിതമായിട്ടുള്ള വേജ്ലെസ് ആയിട്ടുള്ള ലേബറാണ് അവർ ചെയ്യേണ്ടിരുന്നത്. ആ ലേബറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇത് സിസ്റ്റം നിലനിന്നിരുന്നത്. അതായത് അടിമകൾ, സെർഫുകളായിട്ടുള്ള ആളുകൾ ഈ പ്രഭുക്കന്മാരുടെയും ഉപപ്രഭുക്കന്മാരുടെയും ഭൂമിയിൽ കൃഷി ചെയ്യുകയും അതവർക്ക് ഈക്വലായി കൃത്യമായിട്ട് വീതിച്ചു നിർക്കുകയും ഒരു വരുമാനം ഇവർക്ക് ഉണ്ടായിരുന്നത്. പകരം ഇവരുടെ സബ്സിസ്റ്റൻസിന്, ഇവരുടെ സർവൈവലിന് ആവശ്യമായിട്ടുള്ള കൃഷി ഒരു ചെറിയ പീസ് ഓഫ് ലാൻഡിൽ ഇവർക്ക് അത് ലഭ്യമാക്കുകയും ചെയ്തിരുന്ന ഒരു വ്യവസ്ഥതയാണ് മുമ്പ് നമ്മൾ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ സാധാരണ സ്ലേവറിയിൽ നിന്നും പഴയ റോമ സാമ്രാജ്യത്തിലുണ്ടായിരുന്ന സ്ലേവറിയിൽ നിന്നും ഇതിനുള്ള വ്യത്യാസം, ഇവർക്കൊരു പീസ് ഓഫ് ലാൻഡ് ഉണ്ട്, ഇവരുടെ സർവൈവലിനാവശ്യമായ, നിലനിൽപ്പിനാവശ്യമായ ഒരു ചെറിയ തുണ്ട് ഭൂമി ഇവർക്ക് കിട്ടും എന്നുള്ളതാണ്. അതിൽ ഉടമസ്ഥാവകാശം, അവരുടെ അവകാശം അതിലുണ്ട് എന്നതാണ് വ്യത്യാസം. പക്ഷേ അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗം തന്നെയായിരുന്നു. ഇതിൽ നിന്ന്, ആ ഭൂമിയിൽ നിന്ന് ഇവർക്ക് ഒരിക്കലും മോചനം ഉണ്ടായില്ല. ഒരു പ്രഭുവിൻ്റെ ഭൂമിയിൽ നിന്ന് മരണത്തിലൂടെ അല്ലാതെ ഒരു അടിമ മാറുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ഒരു സെർഫ് അല്ലെങ്കിൽ അദ്ദേഹം ഒളിച്ചുകൂടി പോവുക എന്നുള്ളതാണ്. അങ്ങനെ മരണത്തിൽ നിന്ന് മാത്രം മാറ്റുന്ന ഒരു ബന്ധിത അവസ്ഥയാണ് ഈ സെർഫ്ഡം ഉണ്ടായിരുന്നത്. ഇതാണ് ഈ ഹൈറാർക്കിക്കലായിട്ടുള്ള ഓർഡറാണ്, ഇതിൻ്റെ കരാളത്വമാണ് ഈ ഫ്യൂഡലിസം എന്ന് പറയുന്നത്. ഇത് പിന്നീട് സാങ്കേതികമായിട്ടുള്ള മുന്നേറ്റത്തോടു കൂടിയാണ് ഈ വ്യവസ്ഥയിൽ മാറ്റം വരുന്നത്. ഈ ഫ്യൂഡൽ വ്യവസ്ഥയിൽ സാങ്കേതിക മുന്നേറ്റവും അതുപോലെ കാലാവസ്ഥയിലുണ്ടാകുന്ന കൃഷി വ്യാപിക്കുക, കൂടുതൽ പ്രദേശങ്ങൾ കൃഷിയിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ കൃഷി വ്യാപിക്കുകയും സാങ്കേതികമായിട്ട് മുന്നേറ്റം സംഭവിക്കുകയും ചെയ്യുന്നതിലൂടെ, കച്ചവടം വളരുന്നതിലൂടെയാണ് ഈ വ്യവസ്ഥയിൽ മാറ്റം വരുന്നത്. ക്യാപിറ്റലിസത്തിൻ്റെ വളർച്ചയാണ്, വികാസമാണ് ഈ ഫ്യൂഡൽ വ്യവസ്ഥയ്ക്ക് നാശത്തിന് കാരണമായത്. ഈ ഫ്യൂഡൽ വ്യവസ്ഥ ഇല്ലാതെയാവുന്നത് ക്യാപിറ്റലിസത്തിൻ്റെ വളർച്ച കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായത്. ഇപ്പോൾ നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ ഈ മധ്യകാല യൂറോപ്പിൽ പ്രധാനപ്പെട്ട ഒരു ഫിനോമിനൻ, പ്രതിഭാസമാണ് ഫ്യൂഡലിസം. അതുകൊണ്ട് അത് വളരെ പ്രധാനമാണ് നിങ്ങൾ പരീക്ഷയുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ.